Kerala and Karnataka, the glow of purity. പള്ളികൾ ചർച്ചുകൾ അമ്പലങ്ങൾ ശ്രേഷ്ഠ ഭാരത പൈതൃക മന്ദിരങ്ങൾ കാത്തിടാം നമ്മൾ ഒരു മനസ്സാൽ കാലമെങ്ങും പുലർത്തിടാം സൗഹൃദങ്ങൾ ശംഖിന്റെ നാദവും ബാങ്കോലിയും പോലെ പള്ളിമണിയും മുഴങ്ങിടട്ടെ ശംഖിന്റെ നാദവും ബാങ്കോലിയും പോലെ പള്ളിമണിയും മുഴങ്ങിടട്ടെ ഇത് ഭാരതം അതിസുന്ദരം അഭിമാനപൂരിതം ഇടനെഞ്ചകത്തിലെന്നും പള്ളികൾ ചർച്ചുകൾ അമ്പലങ്ങൾ ശ്രേഷ്ഠ ഭാരത പൈതൃക മന്ദിരങ്ങൾ കാത്തിടാം നമ്മൾ ഒരു മനസ്സാൽ കാലമെങ്ങും പുലർത്തിടാം സൗഹൃദങ്ങൾ ശംഖിന്റെ നാദവും ബാങ്കോലിയും പോലെ പള്ളിമണിയും മുഴങ്ങിടട്ടെ ശംഖിന്റെ നാദവും ബാങ്കോലിയും പോലെ പള്ളിമണിയും മുഴങ്ങിടട്ടെ ഇത് ഭാരതം അതിസുന്ദരം അഭിമാനപൂരിതം ഇടനെഞ്ചകത്തിലെന്നും അമ്പലങ്ങൾ ശ്രേഷ്ഠ ഭാരത പൈതൃക മന്ദിരങ്ങൾ കാത്തിടാം നമ്മൾ ഒരു മനസ്സാൽ കാലമെങ്ങും പുലർത്തിടാം സൗഹൃദങ്ങൾ ശംഖിന്റെ നാദവും ബാങ്കോലിയും പോലെ പള്ളിമണിയും മുഴങ്ങിടട്ടെ ശംഖിന്റെ നാദവും ബാങ്കോലിയും പോലെ പള്ളിമണിയും മുഴങ്ങിടട്ടെ ഇത് ഭാരതം അതിസുന്ദരം അഭിമാനപൂരിതം ഇടനെഞ്ചകത്തിലെ ചർച്ചുകൾ അമ്പലങ്ങൾ ശ്രേഷ്ഠ ഭാരത പൈതൃക മന്ദിരങ്ങൾ കാത്തിടാം നമ്മൾ ഒരു മനസ്സാൽ കാലമെങ്ങും പുലർത്തിടാം സൗഹൃദങ്ങൾ ശംഖിന്റെ നാദവും ബാങ്കോലിയും പോലെ പള്ളിമണിയും മുഴങ്ങിടട്ടെ ശംഖിന്റെ നാദവും ബാങ്കോലിയും പോലെ പള്ളിമണിയും മുഴങ്ങിടട്ടെ ഇത് ഭാരതം അതിസുന്ദരം അഭിമാനപൂരിതം ഇടനെഞ്ചകത്തിലെന്നും അഴകോടെ ശോഭിതം. സമകാലിക രാഷ്ട്രീയത്തിൽ അതിന്റെ ചിന്താധാര രൂപപ്പെടുത്തുന്നതിൽ എങ്ങനെയാണ് എന്ത് ചെയ്യാനാണ് ഉള്ളത് വായനക്കും എഴുത്തും എന്നതാണ് ഇവിടെ ചർച്ചാ വിഷയം. നേരത്തെ ഉപാഷിയുടെ ഉദ്ഘാടന വേദിയിൽ ഉപാഷിക പബ്ലിക്കേഷൻസിന്റെ ഉദ്ഘാടന വേദിയിൽ ഞാൻ പറഞ്ഞിരുന്നു ഞങ്ങൾക്കിതൊരു സമരമാണ്. ചടങ്ങിലുണ്ടായിരുന്ന അപ്പു താഹാമാടായി ഇറങ്ങി വന്ന് രണ്ടാമത് ചോദിച്ചൊരു കാര്യം, നീ സത്യത്തിൽ അത് തന്നെയാണോ എന്റെ മനസ്സിലുള്ളത് എന്നാണ്. 9 മാസം പിന്നിട്ടിരിക്കുകയാണ്. പ്രശസ്തരായ ഒരുപാട് എഴുത്തുകാർ പിന്നീട് നടന്ന ഒരുപാട് ചടങ്ങുകളിലൂടെ സംബന്ധിക്കേണ്ടത്. ഇന്ന് നമുക്ക് ഈ പരിപാടിയിൽ അതിഥിയായി ലഭിച്ചിരിക്കുന്നത് പ്രശസ്ത സിനിമാ നടനും എഴുത്തുകാരനുമായ VK ശ്രീരാമൻ സാറാണ്. അദ്ദേഹത്തിന്റെ ഭാര്യ ഗീതാ ശ്രീരാമൻ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇന്ന് രാവിലെ രണ്ടുപേരും തൃശ്ശൂരിൽ നിന്ന് പുറപ്പെട്ടതാണ്. നമ്മുടെ ഈ പരിപാടിക്ക് മാത്രമായി സദസ്സോ വേദി അങ്ങനെ ഒരു ഇത് മാറ്റമില്ലാതെ ഇവിടെ എല്ലാവരെല്ലാം പ്രഗത്ഭരായ ആൾക്കാരാണ്. എല്ലാവരെയും ഒരിക്കൽ കൂടി ഞാൻ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അധ്യക്ഷത വഹിക്കുന്നതിന് വേണ്ടി പത്മനാഭ പ്രിയപ്പെട്ട മണിമാഷ് ഇവിടെ എത്തിയിട്ടുണ്ട്. മാഷെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അഡ്വക്കേറ്റ് VM മുനിയൻ, അദ്ദേഹം നേരത്തെ നഗരസഭ ചെയർമാനായിരുന്നു. KM ഹസൻ സ്മാരക സാംസ്കാരിക കേന്ദ്രത്തിന്റെ ചെയർമാൻ കൂടിയാണ് അദ്ദേഹം. അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യും. DA ഷാഫി, കാസർഗോഡ് പ്രസ് ക്ലബിന്റെ മുൻ പ്രസിഡന്റാണ്. അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യും. അബൂത്തായി, ഉപാഷിയുടെ ഡയറക്ടർ കൂടിയായ രേഖാകൃഷ്ണൻ എന്നിവരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യും. പിന്നെ ഒരു സിനിമാ നടൻ വരുമ്പോൾ ഒരു സിനിമാ നടി വേണമെന്ന് ഞങ്ങൾക്ക് നിർബന്ധമുണ്ടായിരുന്നു. അതുകൊണ്ട് ശിവ ടീച്ചറെ ഞാൻ പല ദിവസങ്ങളായി ഇങ്ങനെ കോൺടാക്ട് ചെയ്യുന്നുണ്ട്. ശിവ ടീച്ചർ എഴുത്തുകാരിയും അടുത്ത കാലത്ത് ഒരുപാട് സിനിമകളിൽ അഭിനയിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ശിവ ടീച്ചർ ഇവിടെ നിൽക്കുന്നു. ശിവ ടീച്ചറെ ഞാൻ സ്നേഹത്തോടെ ഈ പരിപാടി ഉപാഷിക്ക് വേണ്ടി രണ്ടുപേർക്കും സ്നേഹത്തോടെ സ്വാഗതം. ഈ പരിപാടിയുടെ അധ്യക്ഷത വഹിക്കുന്നത് പത്മനാഭൻ പ്ലാത്തൂരാണ്. പപ്പുമാഷിനെ ഈ പരിപാടിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യും. ഡോക്ടർ E ഉണ്ണികൃഷ്ണൻ കാവണ്യ മാഷ് എല്ലാ പരിപാടികൾക്കും അറിയിച്ചാൽ ഇവിടെ എത്തുന്നതാണ്.
മാഷ് പുറപ്പെട്ടിട്ടുണ്ട്. പ്രചരണം നൽകാൻ വേണ്ടിയാണെങ്കിൽ ഗവൺമെന്റ് മറ്റ് NGOs ഒക്കെ നടത്തുന്ന പരിപാടികൾക്ക് ആ ഒരു അർത്ഥത്തിൽ വലിയൊരു സ്ഥാനമുണ്ട്. ഏതാണ്ട് സമ്പൂർണ്ണ സാക്ഷരമായ കേരളത്തിൽ ഇന്ന് അതിന്റെ ആവശ്യമുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. എല്ലാവരും എഴുതുകയും എല്ലാവരും വായിക്കുകയും ചെയ്യുന്ന ഒരു നാടാണ് കേരളം. ഒരുപക്ഷെ എഴുത്തുകാർ വായനക്കാർ എന്ന വ്യത്യാസമില്ലാതെ സാഹിത്യത്തിലെ എഴുത്തുകാരും വായനക്കാരും എന്ന രീതിയിൽ എല്ലാവരും ഇടപെടുന്ന ഒരു സമൂഹമാണ് കേരള സമൂഹം. അതുകൊണ്ട് തന്നെ കേവല വായന എന്ന നമ്മളെപ്പോഴും പറഞ്ഞ വായിച്ചാൽ വളരും ഇല്ലെങ്കിൽ വളയും എന്നൊക്കെ പറയുന്ന ക്ലീഷേ ഒഴിവാക്കി ഒരു പൊതുകാല സമൂഹം എങ്ങനെ മുന്നോട്ട് പോകണം, എങ്ങനെ നിലനിൽക്കണം, എങ്ങനെ വർത്തമാനകാല സാഹചര്യങ്ങളോട് പൊരുതണം എന്നൊക്കെ ചർച്ച ചെയ്യാൻ കൂടിയുള്ള വേദിയാവണം ഈ വായനാ ദിനം എന്നൊരാഗ്രഹം. അതിന് അങ്ങനെ ഒരു വിഷയം സംസാരിക്കാൻ ഏറ്റവും പ്രാപ്തിയുള്ള, നമ്മളൊക്കെ ഏറെ സ്നേഹിക്കുന്ന കലാകാരനും എഴുത്തുകാരനും ആക്ടിവിസ്റ്റുമായ ശ്രീരാമേട്ടനാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. ആ സന്തോഷം ഈ പരിപാടിയുടെ വലുപ്പത്തെ ഒന്നുകൂടി ഇരട്ടിപ്പിക്കുന്നു. ശ്രീ VK ശ്രീരാമനെ സംസാരിക്കാനായിട്ട് ക്ഷണിക്കുന്നു. സദസ്സിന് ചില ചോദ്യങ്ങളിലൂടെ മുൻപ് അതായത് എഴുതപ്പെട്ട പുസ്തകങ്ങളിൽ നിന്ന് നമ്മൾ വായിക്കുന്നു. അതിനു മുൻപ് ഉള്ള ഒരു കാലത്തെ പറ്റിയും കൂടി നമ്മൾ ആലോചിച്ചു നോക്കണം. എഴുത്തും വായന ഇല്ലാത്തൊരു കാലമൊക്കെ മനുഷ്യവർഗത്തിൽ ഉണ്ടായിരുന്നതായിട്ട് ഈ നരവംശ ശാസ്ത്രജ്ഞന്മാർ പറയുന്നുണ്ട്. അത് പറയാൻ തന്നെ നമുക്കറിയാം അടുത്ത കാലത്തൊക്കെയാണ് നമ്മുടെ ഭാഷയൊക്കെ രൂപപ്പെട്ടു വന്നത്. അതിനൊക്കെ മുൻപ് മനുഷ്യന് അങ്ങനെ എഴുത്തും വായനയൊന്നും ഉണ്ടായിരുന്നില്ല. ആദ്യ ഘട്ടത്തിലൊക്കെ ഈ പാറയുടെ മുകളിൽ ഓരോ ചിത്രങ്ങൾ വരച്ചു വെച്ചു. അങ്ങനെ 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 നൂറ്റാണ്ടുകൾ എടുത്തിട്ടാണ് ഇന്നത്തെ ഭാഷയൊക്കെ രൂപപ്പെട്ടു വന്നത്. അതിൽ ഏത് ഭാഷ ആദ്യം ഉണ്ടായി, ഏത് ഭാഷ റീസെൻ്റ് ആയിട്ടുണ്ടായി, ഏത് ഭാഷകളൊക്കെ കെട്ടുപോയി ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഞാൻ ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ അനുഭവം എന്ന് പറയുന്ന ഒരു പ്രക്രിയ വളരെ പ്രധാനമാണ് വായനയ്ക്ക് മുൻപ് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം. ഈ അനുഭവം ഇല്ലാത്തവൻ വായിച്ചിട്ട് വളരില്ല, എങ്ങനെ വായിച്ചാലും വളരില്ല. കാരണം പറഞ്ഞാൽ അവന് അനുഭവം ഇല്ല. അനുഭവം പ്രധാനമാണ്. ബുക്കർ പ്രൈസ് നേടിയ അരുന്ധതി റോയ് അവർക്ക് 19 വയസ്സായപ്പോൾ അവര് ഡിഗ്രി ഒക്കെ കഴിഞ്ഞപ്പോൾ അവരൊരു യുവതിയായപ്പോൾ അവരുടെ അമ്മ അവരോട് നീ പുറത്തു പോവുക, ഒരു കുറ്റം ചെയ്തിട്ടല്ല, കാരണം ഞാൻ നിന്നെയൊക്കെ പൊത്തി വളർത്തി, നീ ഒരു യുവതിയായി, ഇനി നീ നിന്റെ ജീവിതം നിന്നെ ഇനി പൊത്തി വളർത്താൻ പറ്റില്ല, പ്ലീസ് ഗെറ്റ് ഔട്ട്. അങ്ങനെ അത് വളരെ പ്രസക്തമാണ്. ആ വീട്ടിൽ നിന്ന് ഈ കുഞ്ഞിനെ, ഈ മകളെ അമ്മ പുറത്താക്കില്ല. അവരെ ഈ ബുക്കർ പ്രൈസ് നേടിയ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് സമർപ്പിച്ചിരിക്കുന്ന ഒരു അമ്മയ്ക്കാണ്. Who taught me to say excuse me before interrupting her in public, who loved me enough to let me go. എന്നെ പറഞ്ഞയക്കാൻ വേണ്ടി അവളോട് സ്നേഹിച്ച അമ്മയ്ക്ക്, എന്നെ പുറത്താക്കാൻ വേണ്ടി എന്നെ സ്നേഹിച്ച അമ്മയ്ക്ക്. അവൻ വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ട അരുന്ധതി റോയ് പിന്നെ അവർ തിരിച്ചു നിന്നിട്ട് അമ്മയിൽ നിന്ന് ചെടുങ്ങാനും നിന്നില്ല. അവർ പുറത്തേക്ക് ഇറങ്ങി നടന്നു. ഗോവയിലെ കടൽ തീരത്തെ വിനോദസഞ്ചാരികൾ കുടിച്ച് വലിച്ചെറിഞ്ഞ ബീർ ബോട്ടലുകൾ പെറുക്കി വിട്ടിട്ട് അരുന്ധതി ജീവിച്ചിട്ടുണ്ട്, ഒപ്പം ജീവിച്ചിട്ടുണ്ട്. കഞ്ചാവ് കച്ചവടക്കാർക്കൊപ്പം ജീവിച്ചിട്ടുണ്ട്. അങ്ങനെ ഇന്ത്യ മുഴുവൻ അവർ തെണ്ടി നടന്നു, അലഞ്ഞു നടന്നു. ആ അറിവിൽ നിന്നാണ് അരുന്ധതി റോയ് എന്നൊരു എഴുത്തുകാരി ഉണ്ടാകുന്നത്. ആ അറിവിൽ നിന്നാണ് അരുന്ധതി റോയ് എന്നൊരു ആക്ടിവിസ്റ്റ് ഉണ്ടാകുന്നത്. ആ കൂസലില്ലായ്മയാണ് ഇന്നും ഒരു ഫാഷിസ്റ്റ് ഗവൺമെന്റിനെതിരെ വിരിഞ്ഞു നിന്നിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട് കരുത്തുറ്റ സ്ത്രീയായിട്ട് അവർ വളരുന്നത്. ഒരു പേടിയില്ല, ഒറ്റ പേടിയില്ല കാര്യങ്ങൾ പറയാൻ വേണ്ടി. നമ്മുടെ പെൺകുട്ടികൾക്ക് പേടിക്കും, നമ്മുടെ ആണുങ്ങളെ പേടിക്കും, പക്ഷെ അരുന്ധതിക്ക് പേടിയില്ല. കാരണം ആ അറിവുണ്ട് അരുന്ധതി റോയ്ക്ക്. ഇന്ത്യയെ അറിഞ്ഞ അരുന്ധതി റോയാണ്.
അതുകൊണ്ടാണ് ആ അറിവിന്റെ ആ അനുഭവത്തിൽ നിന്നാണ് അവർ എഴുതുന്നത്. ആ എഴുത്തിനാണ് ശക്തിയുള്ളത്. നമ്മുടെ കുട്ടികൾക്ക് അങ്ങനെ അറിവ്. അതിപ്പോ ആദ്യം വീട് വെക്കുന്ന സമയത്ത് ആദ്യം ചെയ്യുന്നത് എന്താ, 5 സെന്റോ 10 സെന്റോ ആയാലും ആദ്യം അവിടെ ഒരു മതിൽ കെട്ടുന്നു. അതിന്റെ സ്ഥലത്താണ് വീട് വെക്കേണ്ടതെന്ന് നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞാല് ആദ്യം ചെയ്യുക എന്താ വെച്ചാല് ഒരു മതിൽ കെട്ടാറുണ്ട് വീട് വെക്കണതിന്റെ മുൻപ് തന്നെ. പിന്നെ ഗേറ്റ് വെക്കുന്നു. കുറച്ച് വയസ്സുള്ളവരാണെങ്കിൽ ഒരു നായ്ക്കൂട് പണിയുന്നു. അതിന് ശേഷമാണ് അച്ഛനെ വിളിച്ചുകൊണ്ടുവന്ന് എവിടെയാണ് വീട് വെക്കേണ്ടതെന്ന് തീരുമാനിക്കുന്നത്. അപ്പൊ നമ്മളുടെ വീട് സമൂഹത്തിൽ നിന്ന് മാറി വേറെ സുരക്ഷിതമായിരിക്കണം. സമൂഹം അപകടകരമായ ഒന്നാണ് എന്ന് നമ്മൾ നമ്മുടെ മക്കളോട് പറയുന്നു. മക്കളെ ആര് പറഞ്ഞാലും തുറന്നു കൊണ്ടുപോകും. അതാണ് ഈ സമൂഹം എന്ന് പറയുന്നത്. നമ്മളെല്ലാവരും സാമൂഹിക പ്രവർത്തനം, സാമൂഹ്യ സേവനം, സാമൂഹ്യ സേവകൻ എന്നൊക്കെ പറയുന്നതൊക്കെ വെറുതെയാണ്. മക്കളൊക്കെ കള്ളന്മാരാണ്. നമ്മൾ മാത്രമാണ് നല്ല ആൾക്കാരാണ്. എൻ്റെ കുട്ടി, എൻ്റെ പട്ടി, എൻ്റെ പൂച്ചട്ടി എന്നിങ്ങനെ നമ്മൾ നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കുന്നു. അതായത് വേറെ ഉള്ളവരൊക്കെ കള്ളന്മാരാണെന്ന് അതിനുള്ളിൽ കൂടെ പറയാതെ പറഞ്ഞു പോകുന്നു. ഈ സംഗതിയാണ് മെമിറ്റിക്സ് എന്ന് പറയുന്നത്. കുട്ടികളുടെ ഉള്ളിൽ നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന ചില സംഗതികൾ ഒരു 10-15 വയസ്സ് വരെ അവരുടെ ഉള്ളില് രക്ഷിതാക്കള്, അധ്യാപകര്, സാമൂഹ്യ നേതാക്കന്മാര്, മേലധ്യക്ഷന്മാരൊന്നും വേണ്ട, മതത്തിന്റെ ആൾക്കാരൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് മെമിറ്റിക്കലായിട്ട് ആ കുട്ടികളുടെ ഉള്ളില് രൂഢമൂലമാവുന്നു. ആ രൂഢമൂലമാവുന്നത് ഞാനൊരു ഉദാഹരണം പറഞ്ഞുതരാം. അതായത് ഇപ്പോ നമ്മള് ഒരു മുസ്ലിം വീട്, സാധാരണ മുസ്ലിം വീട്ടിലാണെങ്കിൽ നായ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇടക്ക് സാധനമാണ്, വൃത്തികെട്ട ഒരു സംഗതിയാണ്. അതിന് തൊട്ട് കഴിഞ്ഞാൽ കുളിക്കണം, അത് ഹറാമായിട്ടുള്ള സാധനമാണ്, അതിനെ അകറ്റി നിർത്തണം, വീട്ടിൽ കയറ്റരുത്. ഭയങ്കര പ്രശ്നമാണ്. നായ എന്ന് പറയുമ്പോൾ കുട്ടികൾ മരത്തിന്റെ മുകളിലൊക്കെ നായ വരുന്നുണ്ട്. അപ്പൊ അത്രയും ചീത്ത ഒരു സാധനമായിട്ടാണ് ഒരു നായനെ. അത് അവരെ ചെറുത്ത് അവരിനി വലിയ ഒരു മൃഗ ഡോക്ടറായാലും അല്ലെങ്കിൽ ഇനിയിപ്പോ അമേരിക്കയിൽ പോയാലും ബാക്കിയുള്ള നായ്ക്കളെ പോറ്റുന്ന സ്ഥലങ്ങളിൽ പോയാലും ഒക്കെ തന്നെ അവരുടെ ഉള്ളില് ഈ മെമിറ്റിക്സ് ഇത് രൂഢമൂലമായിരിക്കും, നായോടുള്ള അതൃപ്തി. എന്നാലോ ഒരു മംഗോളിയൻ രാജ്യത്ത് പോയി കഴിഞ്ഞാൽ അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള വിശേഷ ഭക്ഷണം എന്ന് പറയുന്നത് നായുടെ ഇറച്ചി. നമ്മളെ കല്യാണം കഴിച്ചിട്ടുള്ള അടിയൻ വന്നു കഴിഞ്ഞാൽ മാർക്കറ്റിൽ പോയിട്ട് നായുടെ ഇറച്ചി മേടിച്ചുകൊണ്ട് ഭക്ഷണം വെച്ചു കൊടുക്കരുത്. ആ വീട്ടിൽ വളർത്തുന്ന നായനെ തന്നെ അറുത്ത് പാചകം ചെയ്ത് കൊടുക്കലാണ് അടിയനോടുള്ള ആദരവ് പ്രകടിപ്പിക്കേണ്ട ഒരു വഴി എന്നുള്ളതാണ് അവരുടെ മാമൂലനുസരിച്ച്. അപ്പൊ അടിയൻ വന്നിട്ട് നായനെ പിടിക്കും എന്നാണ് പറയാം. പണ്ട് കാലത്തൊക്കെ ഈ ബ്രോയിലറൊക്കെ വരുന്നതിന് മുമ്പ് നമ്മള് ഈ കോഴിനെ ഓടിത്തി പിടിക്കില്ലേ, വേറെ വിശേഷിച്ച അതിഥികൾ വന്നു കഴിഞ്ഞാൽ. അതുപോലെ പ്രധാനപ്പെട്ട ആള് വന്ന വീട്ടിൽ വളർത്തുന്ന നായനെ തന്നെ മേടിക്കുന്ന നായയുടെ ഇറച്ചി മോശമാണ്, നമ്മൾ വളർത്തുന്ന നായയുടെ ഇറച്ചി. അവിടെ മുറുക്ക് പോലത്തെ ഒരു സാധനം അവര് ഉപയോഗിക്കാറുണ്ട്. ഒരു നായയുടെ വായ കൂട്ടിക്കെട്ടുന്നത്, അതായത് ഒരു 2-4 മണിക്കൂർ കഴിഞ്ഞാൽ നായനെ കൊല്ലുന്നു. എന്നിട്ട് അതിന്റെ കുടല് കട്ട് ചെയ്തിട്ട് എടുക്കുന്നു. അപ്പൊ അതിൻ്റെ ഉള്ളില് ഈ ചോറും എണ്ണയും കൂടിയിട്ടുള്ള സാധനം ഈ കുടലിൽ നിറഞ്ഞിരിക്കും. അതെടുത്തിട്ട് കട്ട് ചെയ്തിട്ട് ഉണക്കിയിട്ട് പിന്നെ മുറുക്ക് പോലെ തന്നെ ഏറ്റവും ടേസ്റ്റ് ഉള്ളതാണ് പറയുന്നത്, ഏറ്റവും വിശേഷപ്പെട്ട ഭക്ഷണമാണെന്ന് പറയുന്നത്. അപ്പൊ ഈ 2 തരം വായനകളുണ്ട് നായനെ കാണുമ്പോൾ. ഒന്ന് നല്ല ഭക്ഷണമായിട്ടുള്ള ഒരു വായന ഉണ്ട്, ഒന്ന് ഏറ്റവും വൃത്തികെട്ട സാധനമാണെന്നുള്ള ഒരു വായന. ലോകത്തെ നമ്മൾ വായിക്കാൻ പഠിക്കുന്നത് അതനുസരിച്ചാണ് ലോകം. അപ്പൊ അതില് പലതരത്തിലുള്ള സമ്പ്രദായങ്ങളിലൂടെ ഈ കുട്ടികളെയും മനുഷ്യവർഗത്തെയും രൂപപ്പെടുത്തുന്ന ആചാര്യന്മാർക്കാണ് ഇതിന് പ്രധാനപ്പെട്ട. അവർ പറയും പുറത്തേക്കൊന്നും നോക്കണ്ട. ഇപ്പൊ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ എല്ലാം ജനലും അടയ്ക്കും, ജനലിനുള്ളിൽ കൂടെ പുറത്തേക്ക് നോക്കാൻ പാടില്ല. കുട്ടികൾ ആദ്യം സ്കൂളിൽ പോയി കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ അധ്യക്ഷനോട് പറഞ്ഞു, കുട്ടികൾ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ ആദ്യം കൂടുതൽ ഉച്ച മിണ്ടരുത്. ഞാൻ പറഞ്ഞുകൊണ്ട് കേട്ടാൽ മതി, നിങ്ങളൊന്നും പറയണ്ട, നിങ്ങൾക്ക് പറയാനുള്ളതൊന്നുമില്ല, ഞാൻ പറയണത് കേട്ടാൽ മതി. ഈ മാഷ് പറയണത്, ടീച്ചർ പറയണത് പഠിക്കണം. ഈ കുട്ടികൾക്ക് സ്വന്തമായിട്ട് പഠിക്കണം, ഈ ലോകത്തെ കാണാൻ, അറിയാൻ, എഴുതാൻ, വായിക്കാൻ ഉള്ള ഒരു അഭ്യാസമാണ് ഇല്ല. അപ്പൊ അതിനു മുൻപ് ഈ തരത്തിലുള്ള എഴുത്തുവായനകൾ ഉണ്ടാകുന്നതിന് മുൻപുള്ള മനുഷ്യരെ നമ്മൾ റദ്ദ് ചെയ്യുന്നു. കുട്ടികൾക്ക് അവരുടേതായിട്ടുള്ള
ഒരു അനുഭവജ്ഞാനം, ഈ ലോകത്തെ വായിക്കാനുള്ള ഒരു ജ്ഞാനം അവർക്ക് ഉണ്ടാവുന്നതിനുള്ള എല്ലാ വിലക്കുകളും ഏർപ്പെടുത്തുന്നു. അവരെ തുടക്കം തൊട്ട് തന്നെ മറ്റുള്ളവരെ യാതൊരു എല്ലാ ചിന്തിക്കുന്നതിനുള്ള എല്ലാ പഴുതുകളും അടച്ചു കളയുകയും നമ്മൾ പറയുന്നത് കുട്ടികളുടെ തലയിലേക്ക് നമ്മൾ കുത്തിവെക്കുകയും ചെയ്ത് അങ്ങനത്തെ ഒരു സമൂഹത്തെ വളർത്തുന്നു. അപ്പൊ അവരോട് പറയും ഒരേ തരത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുക, എല്ലാവരും ലെഫ്റ്റ് എന്ന് പറയുമ്പോൾ ലെഫ്റ്റ് കാല് വെക്കുക, റൈറ്റ് എന്ന് പറയുമ്പോൾ റൈറ്റ് കാല് വെക്കുക, ഹാൻഡ്സ് അപ്പ് എന്ന് പറയുമ്പോൾ കൈ പൊന്തിക്കുക. അങ്ങനെ ഒരു തരം ബൊമ്മകളാക്കിയിട്ട്, അതായത് യന്ത്രങ്ങളാക്കിയിട്ട് കുട്ടികളെ വളർത്തുന്നു. അങ്ങനത്തെ കുട്ടികൾ വായിച്ചിട്ട് യാതൊരു കാര്യമില്ല. അതെല്ലാം എടുക്കുകയാണ് ഇത്തരത്തിലുള്ള സാംസ്കാരിക കൂട്ടായ്മകളിലൂടെ പ്രധാനമായിട്ടും ഉന്നം വെക്കേണ്ടത് എന്നാണ് എൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ആവശ്യമായിട്ട് പറയുന്നത്. ഞങ്ങൾ ഈ വായനയെ പറ്റി പറയുമ്പോൾ ഞാൻ സ്കൂളിൽ പഠിച്ചു, ഞാൻ എപ്പോഴും നമുക്ക് ധാരാളം ഇറച്ചി തരുന്നു, അപ്പൊ കോഴിയുടെ പരിപാടി നമുക്ക് ഇറച്ചി സപ്ലൈ ചെയ്യലാണ് എന്ന് നമ്മുടെ കുട്ടികൾ പഠിക്കുന്നു, നമ്മുടെ ടീച്ചർമാർ പഠിപ്പിക്കുന്നു. അപ്പൊ ഓരോ കോഴിയെ കാണുമ്പോഴും നമുക്കൊക്കെ ഈ കോഴി നമ്മുടെ അടുത്ത് കൂടെ പോകുമ്പോൾ വൈലോപ്പിള്ളിയുടെ കൈപ്പവല്ലരി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പദ്യം പോലെ ഈ കോഴി ഇങ്ങനെ വരുമ്പോൾ കോഴി നമ്മളോട് ചോദിക്കുന്നതായിട്ട് നമുക്ക് തോന്നും, എന്താ ചേട്ടാ എന്റെയൊക്കെ ബിരിയാണി വെക്കാത്ത, ഞാനൊക്കെ വളർന്നല്ലേ എന്ന് കോഴി നമ്മളോട് ചോദിക്കുന്ന പോലെ നമുക്ക് തോന്നും. ഇങ്ങനെ ഒരു പ്രകൃതി വിരുദ്ധമായ ദയാരഹിതമായ അതിസ്വാർത്ഥമായിട്ടുള്ള പാഠങ്ങൾ നമ്മൾ പഠിക്കും. എന്നിട്ടാണ് നമ്മൾ മനുഷ്യവർഗം വലിയ ഏറ്റവും കേവലമായിട്ടുള്ള ഒരു വർഗമായിട്ട് ഈ ലോകത്തിൽ തീരുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള ജീവി മനുഷ്യനാവുന്നത് അങ്ങനെ. നമുക്ക് ബുദ്ധി ഭയങ്കരമാണ്. വൈകിയൊക്കെ നമുക്ക് ഇങ്ങനെ സുഖക്കാൻ വേണ്ടിയിട്ടുള്ള ബുദ്ധി നമുക്ക് ദൈവം തന്നു എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. റിച്ചാർഡ് ഡോക്കിൻസ് പറയുന്നുണ്ട്, ഈ നമ്മളുടെയാണ് ഈ ഭൂമി എന്ന് മനുഷ്യനൊക്കെ പറയും, ഇത് എന്റെ ഭൂമി. ഇപ്പൊ ഈ ഹോട്ടലിൽ നിന്ന് മലയാളി പറയും ഇത് എന്റെ ഭൂമിയാണ്, മറ്റേ സ്ഥലത്തിന്റെ ഉടമസ്ഥൻ പറയും അത് എന്റെ ഭൂമിയാണ്. അങ്ങനെ പറയും. ഇതൊക്കെ നമ്മള് സ്ഥലമൊക്കെ മേടിച്ചിട്ട് പറയും ഇത് എന്റെ ഭൂമിയാണ്. അത് നമ്മളുടെ മുൻകാലത്ത് പലരും പറഞ്ഞ ഭൂമിയാവും അത് എന്റെ എന്നൊക്കെ അവരൊക്കെ മണ്ണിൽ പോയിട്ടുണ്ടാവും. പിന്നെ ഇപ്പൊ നമ്മൾ പോകുന്നത് നമ്മുടെ ഭൂമിയാണ്. മറ്റുള്ളവ ജയിച്ച ആ ഒരു ജീവന്റെ ആ ഒരു ജീവിവർഗത്തിന്റെ പ്രധാനപ്പെട്ട ക്വാളിറ്റി എന്ന് പറയുന്നത് റൂത്ത്ലെസ് സെൽഫിഷ്നെസ്, ദയാരഹിതമായ ക്രൂരമായ സ്വാർത്ഥത. ബാക്കിയുള്ള ഒന്നിനോട് നമുക്ക് യാതൊരു കമ്മിറ്റ്മെന്റ് ഇല്ല. നമ്മുടെ കാര്യം സുഖമാണ്. മറ്റേ ഒരു ജീവജാലത്തിനോട് നമുക്ക് യാതൊരു കമ്മിറ്റ്മെന്റും ഇല്ല. അത് നമ്മുടെ ജീവിതം. പക്ഷെ ഇതൊന്നും ഒരു സ്കൂളിൽ പഠിപ്പിക്കില്ല, ഒരു പുസ്തകത്തിൽ ഇത് വായിപ്പിക്കില്ല. നമുക്ക് വായിക്കുന്നതൊക്കെ ദൈവം സൃഷ്ടിച്ചു, പിന്നെ മനുഷ്യനെ സൃഷ്ടിച്ചു, എന്നിട്ട് മനുഷ്യന് ഭൂമി അവന് ലീസിന് കൊടുത്തിരിക്കുക. ഈ നടത്തിക്കൊട്ട നന്നായിട്ടെന്ന് ഇത്ര വൃത്തികെട്ടൊരു ജീവിക്ക് ഇത് ലീസിന് കൊടുക്കണമെങ്കിൽ എത്ര വിവരമില്ലാത്തവരായിരിക്കണം ദൈവം. ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്, ഈ ഭൂമിയെ കുട്ടിച്ചോറാക്കിയത് മുഴുവൻ മനുഷ്യനാണ്, മറ്റൊരു ജീവജാലങ്ങളുമല്ല. നമുക്കിപ്പോ മലയില്ല, കാടില്ല, പുഴയില്ല, ഒന്നുമില്ല. ഇപ്പൊ ഭാരതപ്പുഴ എന്നൊക്കെ പറഞ്ഞാൽ പഴയ കാലത്ത് ഏതാണ്ടൊരു 40 കൊല്ലം മുൻപ് ഭാരതപ്പുഴയുണ്ട്. അതായത് മണൽ പരപ്പാണ്, അതിലൂടെ തെളിനീരൊഴുകുന്ന ഒരു പുഴയാണ്. എവിടെ നോക്കിയാലും ഭാരതപ്പുഴയില് കയ്യിൽ വെള്ളം ഇങ്ങനെ കോരി കുടിക്കാം. ഏതാണ്ട് 40 കൊല്ലം 1977 വർത്താനാണ് ഞാൻ പറയുന്നത്. ആ 50 കൊല്ലം ആവാൻ പോകും. അതിനു മുൻപ് നമ്മുടെ ഭാരതപ്പുഴയുടെ സ്ഥിതി. ഇപ്പൊ ഭാരതപ്പുഴ എന്ന് പറഞ്ഞാലെല്ലാം അവിടെ ചെന്ന് നോക്കിയത് മിക്കവാറും മുനിസിപ്പാലിറ്റി എന്നൊക്കെ, അതായത് ചുരുക്കം പറഞ്ഞ പട്ടാമ്പി മുനിസിപ്പാലിറ്റിയിലെ എല്ലാ കക്കൂസിൽ നിന്നുള്ള ടാങ്ക് വരുന്നത് ഭാരതപ്പുഴയിലേക്കാണ്. കുടിച്ചതിന്റെ ഓർമ്മ ഉണ്ടാവുള്ള വെള്ളം അപ്പൊ ആ ആസ്പത്രിയിൽ തന്നെ പോണ്ടി. ഇത്ര മലിനമായിട്ടുള്ള ഒരു നദിയില്ല. ഇതൊക്കെ മനുഷ്യൻ ചെയ്തതാ, ഒരു മറ്റു ജീവി ചെയ്തതല്ല. ഒരു ജീവി, ദൈവം സൃഷ്ടിച്ച ഒരു ജീവി ഈ ക്രൂരത ചെയ്തിട്ടില്ല. മലകളില്ല, കാടില്ല, ആവാസ യോഗ്യമല്ല ഭൂമി. ഇതൊക്കെ ആക്കി തീർക്കുന്നത് ഈ മനുഷ്യനാണ്, ഈ ബുദ്ധിയുള്ള മനുഷ്യനാണ്, വിവരമുള്ള മനുഷ്യനാണ്, എല്ലാ അറിവുള്ള മനുഷ്യനാണ്. അപ്പൊ നമ്മുടെ വായന നമുക്ക് നേരെ തന്നെ തിരിഞ്ഞിട്ടായിരിക്കണം. ആദ്യം മനുഷ്യ നിന്നെ ഞാനൊന്ന് വായിച്ചു നോക്കട്ടെ എന്ന് ആദ്യം വായിക്കണം. നമുക്ക് ഈ കാർഷിക സർവകലാശാലയിൽ ഏതായാലും അവിടുത്തെ
പ്രൊഫസർമാര് കുട്ടികളെ പഠിപ്പിക്കും ഈ പശുക്കളെ വളർത്തുന്നതിനൊക്കെ ഉള്ള ഇതാണ് വെള്ളാനിക്കര കാർഷിക സർവകലാശാലയിൽ ചെന്നത്. അതും ഇതുപോലത്തെ വായന തന്നെയാണ്. എങ്ങനെയാണ് പശുക്കളെ നമ്മൾ പോറ്റേണ്ടത്. അപ്പൊ അതിൽ ഒരു പാഠം പശു പ്രസവിക്കാനാവുമ്പോൾ അതിന്റെ കണ്ണ് കെട്ടണം. അതായത് ഏറ്റവും പുതിയ ഒരു കാണരുത്. കുട്ടിയെ മാറ്റിയതിന് ശേഷം മാത്രം കണ്ണ് തുറക്കാൻ പാടുള്ളൂ. അപ്പൊ കണ്ണ് തുറന്നു കഴിഞ്ഞാൽ എന്താ വെച്ചാൽ ഈ കുട്ടിയെ പശു കാണും. കണ്ണു കഴിഞ്ഞാൽ ഈ കുട്ടിക്കുള്ള പാലല്ലേ ഉൽപ്പാദിപ്പിക്കേണ്ടതുള്ളൂ എന്ന് പശുവിന് ചിലർക്ക് തോന്നും. അപ്പൊ എന്താ വെച്ചാൽ 2 ലിറ്റർ പാല് 3 ലിറ്റർ പാല് മാക്സിമം ഉണ്ടാവുള്ളൂ. ഈ കുട്ടിയെ മാറ്റി കഴിഞ്ഞാൽ എന്തോ ഒന്ന് സംഭവിച്ചിട്ടുണ്ടെന്ന് മാത്രമേ പശുവിന് മനസ്സിലാവുള്ളൂ. അപ്പൊ ഈ ഒരു ഭാഗത്തു കൂടെ കാലിത്തീറ്റ കൊടുക്കും, ഒരു ഭാഗത്തു കൂടെ പാല് ഇങ്ങനെ വരും. അതാണ് ആ ശാസ്ത്രം പറയുന്നത്. അത് ആൺകുട്ടിയാണെങ്കിൽ അവർ 4 ആഴ്ച കഴിഞ്ഞാൽ അവിടുന്ന് ലേലം വിളിച്ചു വെക്കും. 6ാമത്തെ ആഴ്ച തിരൂർ മുതലായിട്ടുള്ള സ്ഥലങ്ങളിൽ കുട്ടൻ ബിരിയാണി എന്നുള്ള പേരിൽ നമുക്ക് പഠിക്കുകയും ചെയ്യാം. അതാണ് നമ്മൾ പഠിക്കുന്ന ധർമ്മശാസ്ത്രം. നമ്മുടെ കുട്ടികളെ പഠിപ്പത്തേക്കുള്ള ഒരു ചിന്ത ഡെവലപ്പ് ചെയ്യുക. അതിനപ്പുറത്തേക്കുള്ള ഒരു ചിന്ത ഡെവലപ്പ് ചെയ്യാൻ ഒരു പഴുത് പോലും നമ്മുടെ കുട്ടികൾക്ക് നമ്മുടെ അധ്യാപകര് കൊടുക്കില്ല. ഞാൻ പറയുന്നത് കൊണ്ട് കേട്ടാൽ മതി, കൂടുതൽ ചോദ്യമൊന്നും ചോദിക്കണ്ട. അണ്ടർസ്റ്റാൻഡ് എന്ന് പറയും, സൈലൻസ്. ഞാൻ പറയുന്നത് കേൾക്കുക, അല്ലെങ്കിൽ ഇമോഷൻ എഴുതിക്കൊണ്ട്. അപ്പൊ സ്വന്തമായിട്ട് വായിക്കാനുള്ള, സ്വന്തമായിട്ട് അറിയാനുള്ള, സ്വന്തമായിട്ട് ചിന്തിക്കാനുള്ള ഒരു ഗ്യാപ്പ് നമ്മുടെ കുട്ടികൾക്ക് ആർക്കും നമ്മൾ കൊടുക്കാറില്ല. അത് കൊടുക്കുക എന്നുള്ളത് വളരെ എഴുതുന്നുണ്ട്. പക്ഷെ അറിഞ്ഞ മുഹമ്മദ് ബഷീറിന്റെ പോലെ എഴുതാൻ ആർക്കും പറ്റില്ല. ലോകത്തെ നേരിട്ട് അറിഞ്ഞ മനുഷ്യൻ ആയിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന്റെ അറിവിൽ നിന്നാണ്, നേരിട്ടുള്ള അറിവ്. അദ്ദേഹത്തിന് വേറെ എവിടെ ഒരു പുസ്തകം വരേണ്ട കാര്യമില്ല. അദ്ദേഹത്തിന്റെ മാന്ത്രിക പൂച്ച പോലെ ഒരു തമാശയുടെ തോന്നുക, പക്ഷെ അതൊരു നോവലാണ്. ഞാൻ എൻ്റെ അച്ഛൻ കോഴിക്കോട് മേരിക്കുന്ന ആസ്പത്രിയിൽ ലിവർ സിറോസിസ് ആയിട്ട് കിടക്കുന്ന സമയത്ത് ഞാൻ അമ്മ അവിടെ വീട്ടിൽ നിന്ന് എല്ലാ ദിവസവും ഭക്ഷണമായിട്ട് കൊടുക്കുക. അമ്മയ്ക്ക് ആശുപത്രിയിലെ ഭക്ഷണത്തിന് കൊടുക്കുന്ന ഇഷ്ടമില്ല. അപ്പൊ അവിടെ ഉണ്ടാക്കിയത് അപ്പൊ ഈ ഭക്ഷണമായപ്പോൾ അവിടുത്തെ ട്രാൻസ്പോർട്ട് ബസ്സിൽ കയറിയിട്ട് എന്തെങ്കിലും പുസ്തകം ഞാൻ വായിക്കാൻ കൈപ്പിടിക്കും. അന്ന് ഈ ഭക്ഷണത്തിന്റെ പാത്രത്തിന് താഴെ വെച്ച്, ഈ ടിഫിൻ കേന്ദ്രത്തിന് താഴെ വെച്ച് ഞാൻ വായിക്കാൻ തുടങ്ങി. ഒന്നോട്ട് വായിക്കാൻ തുടങ്ങിയ പുസ്തകമാണ് മാന്ത്രിക പൂച്ച. പെരിന്തൽമണ്ണ എത്തിയപ്പോഴേക്കും ഏതാണ്ട് പകുതി മുക്കാലായി. കോഴിക്കോട് എത്തിയപ്പോഴേക്കും കംപ്ലീറ്റ് ചെയ്തു. ഞാൻ അത്ഭുതപ്പെടുന്നു ഇന്നും. കാരണം ഒരു ബസ് യാത്രയിൽ വായിച്ചൊരു നോവലാണ് മാന്ത്രിക പൂച്ച. ഈ മാന്ത്രിക പൂച്ച എന്ന് പറയാനാണ് ഒരു സംഭവം മുമ്പ് എഴുതുന്ന കാര്യമാണ് വെച്ചിട്ട് ഇന്നും എനിക്ക് മനസ്സിലായിട്ടില്ല ഇത് എങ്ങനെ സാധിക്കുന്നു. അതായത് ആ നോവൽ എന്ന് പറയുന്നത് അതാണ്. ഞാനിതിന്റെ ഉമ്മറത്ത് കസാലയിലിരുന്ന് പേനയൊക്കെ എടുത്ത് ഞാൻ വിശ്വസാഹിത്യം എഴുതാൻ പോവാണ്. വിശ്വസാഹിത്യം ചെറിയ പരിപാടിയല്ല. വിശ്വസാഹിത്യം എഴുതാൻ പോകുമ്പോൾ എന്താ വെച്ചാല് അപ്പൊ എഴുതാതിരിക്കുമ്പോൾ ഒരു സ്വാമി കയറി വരുന്നു. അപ്പൊ അയാൾ ശംഖ് പിടിച്ചിട്ടാണ് കയറി വരുന്നത്. അപ്പൊ മോള് പറയും പീപ്പ് പിടിച്ചാണ് സ്വാമി വരുന്നുണ്ട്. അപ്പൊ അതിന് പീപ്പ് പിടിക്കുക എന്നുള്ളതാണ് അറിയാം, ശംഖ് പിടിക്കലൊന്നും അറിയില്ല മോൾക്ക്. അപ്പൊ അങ്ങേരെയായിട്ട് വർത്താനം പറയുന്നത്, അങ്ങനെ കഞ്ചാവും വലിക്കാറുണ്ട് എന്നാണ് ബഷീർ സംശയിക്കുന്നത്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു പൂച്ചയുടെ പ്രശ്നം ആ 4 പേർക്കും അവിടെയൊക്കെ ആയിട്ട് ഒരു പൂച്ചനെ കിട്ടിയിട്ടുണ്ട്. പൂച്ച ആണാണോ പെണ്ണാണോ? അപ്പൊ ആ പൂച്ചയ്ക്ക് എന്ത് പേരിടണം? പേരിട്ട് കഴിഞ്ഞാൽ അത് മുസ്ലിം പൂച്ചയാവോ, അത് ഹിന്ദു പൂച്ചയാവോ, ക്രിസ്ത്യാനി പൂച്ചയാവോ? അപ്പൊ പെണ്ണുങ്ങൾക്കൊക്കെ അവരവരുടെ മതത്തിൽപ്പെട്ട പേരിടിക്കുന്നത്. അങ്ങനെ അതിന്റെ പ്രശ്നമായി പോവാണ്. നമ്മൾ വിചാരിക്കുന്നത് എന്താണ് ഈ മുപ്പർക്ക് പ്രശ്നം, ഇത് എന്ത് നോവലാണിത്? പക്ഷെ നമ്മുടെ പുസ്തകം താഴെ വെക്കൂല. ആ നോവൽ അങ്ങനെ അവസാനിക്കണം. മാന്ത്രികയെ കുറിച്ച് ആരെങ്കിലും എടുത്തിട്ട് വായിച്ചു. ഇത് എങ്ങനെയാണ് ഒരു നോവൽ ഇങ്ങനെ എഴുതാൻ പറ്റുന്നത്? ഞാൻ അന്ന് മനസ്സിലാക്കി, ഈ നോവൽ എഴുതണമെങ്കിൽ വലിയ വലിയ സംഭവം വേണം. അവനവരുടെ മറത്തിരുന്നിട്ട് ഒന്ന് കണ്ണ് പിടിച്ച് കണ്ടാൽ മതി. അവിടെ നടക്കണമൊക്കെ എഴുതിയ ആൾക്കാർക്ക് വായിക്കുന്ന തരത്തിൽ എഴുതുകയാണെങ്കിൽ നോവല് രസകരമായിട്ടുള്ള നോവൽ എഴുതാം. സ്വന്തം ജീവിതം തന്നെയാണ് എല്ലാ കലകൾക്കും അടിസ്ഥാനമായിട്ട് വർത്തിക്കുന്നത് എന്ന് വൈക്കം മുഹമ്മദ് ബഷീറിനോളം അറിഞ്ഞ ഒരാളില്ല, ലോകത്തെ അറിയിപ്പിച്ച ഒരാളില്ല. അതിന് വേണ്ടത് ഈ ലോകത്തെ വായിക്കാനുള്ള ത്രാണിയാണ്. ആ വായനയിൽ നിന്നാണ് ആ എഴുത്തുണ്ടാവുന്നത്. നമ്മൾ വായിച്ചത് നമ്മൾ ലൈബ്രറിയിൽ നിന്ന് വായിക്കുന്നു, ടീച്ചർമാർ പറഞ്ഞ ടെക്സ്റ്റ് പുസ്തകങ്ങൾ വായിക്കുന്നു, പലതും വായിക്കുന്നു. പക്ഷെ
നമ്മൾക്ക് എഴുതാൻ പറ്റത്തില്ല. കാരണം പ്രതിഭ എന്ന് പറയുന്ന ഒരു സംഗതി നമ്മളിൽ അങ്കുരിക്കുന്നില്ല. നമ്മൾ ഒരു തരം കോപ്പി എഴുതുന്ന ആൾക്കാർ മാത്രമാണ്. മറ്റാൾ എഴുതിയതിൻ്റെ വാചകങ്ങളുണ്ടാവും, അയാൾ എഴുതിയതിൻ്റെ വാക്കുകളുണ്ടാവും, അയാൾ എഴുതിയ സന്ദർഭങ്ങളുണ്ടാവും. നമ്മുടേതായിട്ടൊന്നുമില്ല. ബഷീറിന്റെ മാത്രമേ ഉള്ളൂ. അത് ആരോടും ആലോചിക്കണ്ട. വലിയ എഴുത്താശാന്മാരൊക്കെ പറഞ്ഞു ഇതൊന്നും ശരിയല്ല, അതൊന്നും ഇങ്ങനെ നല്ല നോവൽ എഴുതേണ്ടത്, ഇതിൽ ഗ്രാമർ തെറ്റാണ്. അവ മുമ്പിൽ പറഞ്ഞു എന്താ ചെയ്യാ, അങ്ങനെ ചിത്രം വിദ്യാഭ്യാസമുള്ളൂ. പക്ഷെ ആ ഗ്രാമർ, ആ തെറ്റിയ ഗ്രാമറാണെന്ന് എല്ലാ ശരിയായിട്ടുള്ള ഗ്രാമറിന്റെ മുകളിൽ ഇപ്പോഴും ലോകത്തെ വായിക്കാൻ അദ്ദേഹത്തിന് അറിയാമായിരുന്നു. ആ വായനയിൽ നിന്നാണ് അദ്ദേഹത്തിന്റെ എഴുത്തുണ്ടാകുന്നത്. അപ്പൊ അത് വളരെ പ്രധാനമാണ്. ഈ വായനാ ദിനം ആചരിക്കുമ്പോൾ നമ്മൾ ആദ്യം വേണ്ടത് പുസ്തകം വായിക്കുക എന്നുള്ളതല്ല, നമുക്ക് ചുറ്റുമുള്ള ലോകത്തെ വായിക്കാനുള്ള പരിജ്ഞാനം ഉണ്ടാവുക എന്നുള്ളത് തന്നെയാണ് വായനയുടെ അടിസ്ഥാനമായിട്ടുള്ള ധർമ്മം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പഴയകാലത്ത് ചിത്രമെഴുത്ത് എന്ന് പറയും. അതായത് ചിത്രം വരക്കണേന് ചിത്രം എഴുത്ത് എന്ന് പറയും. അപ്പോൾ ചിത്രം നമ്മൾ കാണുന്നത് ചിത്രം വായിക്കലാണ്. അപ്പൊ പഴയ കാലത്ത് പ്രകൃതി ദൃശ്യങ്ങളും അല്ലെങ്കിൽ യഥാർത്ഥത്തിലുള്ള ചിത്രങ്ങളൊക്കെ അങ്ങനെ തന്നെ വരച്ചു വെക്കലാണ് പ്രധാനപ്പെട്ട ചിത്രകലയെ കാണുക എന്നുള്ള ഒരു പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു ദൗത്യമാണ്. അപ്പൊ എഴുത്തുകാരന്റെ പ്രധാന ധർമ്മം എന്നുള്ളത് മുന്നിലൊരു വായനക്കാരനുണ്ട്, അയാൾ കേൾക്കുകയാണ്, അയാളോടൊരു കഥ പറയുകയാണ്, അയാൾക്ക് കാര്യങ്ങൾ മനസ്സിലാവണം, അയാൾക്ക് രസിക്കണം എന്നുള്ളത് എഴുത്തിന്റെ പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു ധർമ്മമായിട്ട് വരുന്നുണ്ട്. അപ്പൊ ആ ഒരു ധർമ്മം എഴുത്തുകാരൻ പാലിക്കുകയാണെങ്കിൽ അവന്റെ അനുഭവങ്ങൾ ഈ വായനക്കാരിലേക്ക് സംക്രമിപ്പിക്കാൻ സാധിക്കുകയാണെങ്കിൽ ഈ ഒരിക്കലും വായന മരിക്കില്ല. അവനെ സംബന്ധിച്ചിടത്തോളം, വായനക്കാരനെ സംബന്ധിച്ചിടത്തോളം, എഴുത്തുകാരനെ സംബന്ധിച്ചിടത്തോളം ഒരു ഹാർമണി രൂപപ്പെട്ടു വരുന്ന, മറ്റത് അവര് വേറൊരു ലോകത്തിൽ ജീവിക്കുന്നു. ആൾക്കാരോടൊക്കെ ചോദിക്കാം, അല്ല നിങ്ങൾ ഇങ്ങനെയൊക്കെ പറഞ്ഞല്ലോ, എന്താണ് അതിന്റെ കാര്യങ്ങൾ? ഇപ്പൊ ഞാൻ ആദ്യം ഏഷ്യാനെറ്റില് ഒരു 25 കൊല്ലത്തിലൊക്കെ മുൻപോ 30 കൊല്ലമൊക്കെ ആവാറുണ്ട്, നാട്ടരങ്ങ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പരിപാടി ഏഷ്യാനെറ്റിൽ നടത്തിയിരുന്നു. അപ്പൊ അത് നടത്താൻ വേണ്ടിയിട്ടാണ് ശശികുമാറാണ് ഏഷ്യാനെറ്റിന്റെ ഡയറക്ടർ. ശശികുമാർ ഇങ്ങനെ വിളിച്ചിരുന്നൊരു ടോക്ക് ഷോനൊക്കെ പറ്റിയിട്ട് ആലോചിച്ചപ്പോ ഞാൻ പറഞ്ഞതിനോട്, ഈ ആൾക്കാരുമായിട്ട് നമ്മൾ വർത്തമാനം പറയുമ്പോൾ കുറച്ച് പ്രധാനപ്പെട്ടിട്ടുള്ള ആൾക്കാരെ വിളിച്ച് ഇവിടുന്ന് അവർ പ്രസംഗിക്കുക, ബാക്കിയുള്ള ആൾക്കാരൊക്കെ ഇങ്ങനെ കേട്ടിരിക്കുക, ആ പരിപാടി അല്ലാതെ ഈ കുറച്ച് ആൾക്കാർ വർത്തമാനം പറയാൻ വന്നിട്ടുള്ള ആൾക്കാരോട് ഈ സദസ്സിന് എന്തെങ്കിലുമൊക്കെ ചോദിക്കാണ്ടാവും, അല്ല നിങ്ങൾ പറഞ്ഞല്ലോ അതിപ്പോ എന്താ അങ്ങനെ എന്ന് ചോദിക്കാം. അങ്ങനെയുള്ള ഒരു ചോദ്യങ്ങൾ ജനങ്ങളുടെ അടുത്ത്. മറ്റത് എന്താ വെച്ചാല് ഈ HMV നായി പോലെ ഇങ്ങനെ കേട്ടിരിക്കുക മാത്രമല്ല അവരുടെ പരിപാടി. അങ്ങനത്തും ചില രീതി എന്ന് പറഞ്ഞപ്പോ ശശികുമാർ പറഞ്ഞു, നമുക്ക് നോക്കാം, അത് ഇനി എന്താ ഉണ്ടാവുക എന്നുള്ളത് അറിയില്ല, ആൾക്കാർ എമ്മാതിരി ചോദ്യങ്ങളാണ് ചോദിക്കുക, അല്ല നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അതാണ് പിന്നെ ഈ ഏഷ്യാനെറ്റിൽ അക്കാലത്ത് വളരെ ജനകീയമായിട്ടൊരു പ്രോഗ്രാമായിട്ട് മാറിയത്. എല്ലാ ഇടങ്ങളിലും ചെന്നിട്ട് അവരോട് സംസാരിക്കുക, അവർക്ക് സംസാരിക്കാൻ, അവർക്ക് ചോദിക്കാനുള്ള ചോദ്യങ്ങൾക്ക് നമ്മൾ ഉത്തരം പറയാം എന്നുള്ള ഒരു സെഷനും കൂടി ഉണ്ടാവുമ്പോഴാണ് ഈ വായനയും എഴുത്തും തമ്മിലുള്ളത്. 2000 മുതൽക്കൊക്കെ ആൾക്കാരോട് ഞാൻ കഥയൊന്നും എഴുതിയിട്ടില്ല, എല്ലാ കഥയൊക്കെ എഴുതി ചെറുതായിട്ടുണ്ട്, അതൊന്നും പ്രധാനപ്പെട്ടിട്ടല്ല. ഞാൻ എഴുതാൻ തുടങ്ങിയത് ഈ ഒരു ചാനലിന് വേണ്ടിയിട്ട് സാധാരണ നമ്മളിടയിൽ ജീവിക്കുന്ന മനുഷ്യരായിട്ട് അവരോട് ചെന്ന് സംസാരിച്ച്, അവരോട് കുറെ നേരം സംസാരിച്ച് അവരുടെ ജീവിതത്തെ പറ്റി അങ്ങനെ സംസാരിച്ചിട്ട് അത് ടെലിവിഷനിൽ നമ്മൾ പിന്നെ ഷൂട്ട് ചെയ്ത് അതിന്റെ ടെക്സ്റ്റ് നമ്മൾ എഴുതി ഉണ്ടാക്കി അത് പബ്ലിഷ് ചെയ്ത്, അങ്ങനെയാണ് എൻ്റെ ഒരു എഴുത്ത് രൂപപ്പെട്ടത്. അല്ലാണ്ട് ഭാവനയല്ല. അയാളുടെ വീട്ടിലേക്ക് വന്നു, അയാൾ താമസിച്ചിരുന്ന റൂമിലിരുന്ന് പുസ്തകങ്ങൾ വായിച്ചു, അങ്ങനെ ആ വീട് വീണു, അതിൻ്റെ മുകളിൽ കൂടെ ചെടികൾ വളർന്നു, അതിൻ്റെ ഉള്ളിൽ അയാളുണ്ടായിരുന്നു, അയാൾ അതിൻ്റെ ഉള്ളിൽ കൂടെ പുറത്തേക്ക് കിടക്കും, അയാളുടെ കുളത്തിൽ പോയി കുളിക്കും, അയാളിങ്ങനെ നടക്കും. അപ്പൊ ഞാനിങ്ങനെ അയാളോട് സംസാരിക്കുമ്പോൾ അയാളോട് ചോദിച്ചു, നിങ്ങൾ പിന്നെ എന്താണ് ഈ IAS റാങ്ക് ലിസ്റ്റൊക്കെ വന്നു? ആ റാങ്ക് ലിസ്റ്റൊക്കെ വന്നു, 18ാമത്തെ റാങ്ക് ആയിരുന്നു എനിക്ക്, അതായത് 120 അവസാനത്തെ റാങ്ക്. രാജ്യം ഏതാണ്, ആ ഞാൻ എഴുതിയ ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് എൻ്റെ അടുത്ത് ചോദിച്ചത്. അപ്പൊ അത് കാരണം എനിക്ക് അവരുടെ കീഴിൽ ജോലി ചെയ്യാൻ ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല. പിന്നെ ബ്ലാങ്കറ്റ് ഓഫ് യൂറോപ്പ് എന്ന് പറയുന്നത് ഏത് ഇതിനെയാണ്, സ്ട്രീമിനെയാണെന്നൊക്കെ ചോദിച്ചു. ഇങ്ങനത്തെ ആൾക്കാരുടെ കീഴിലൊക്കെ എങ്ങനെ ജോലി ചെയ്യുക, അത് കാരണം ഞാൻ വേണ്ടാന്ന് വെച്ചത്. അപ്പോൾ മിക്കവാറും
എവിടെയും ജോലി ചെയ്തിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എവിടെയും ആരുടെ ഞാൻ ജോലി ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു, പിന്നെ എന്തിനാണ് ഇത്രയധികം ഡിഗ്രികളൊക്കെ നിങ്ങൾ എടുത്തത്? ഒരുപാട് പുസ്തകങ്ങൾ വായിച്ചിട്ടല്ലേ നിങ്ങൾ ഇത്ര ഡിഗ്രികളൊക്കെ എടുത്തത്? അപ്പോൾ പിന്നെ എന്തിനായിരുന്നു കണ്ട ഡിഗ്രികളൊക്കെ എടുത്തതെന്ന് ചോദിച്ചു. അപ്പോൾ അത് മൂപ്പരുള്ള കൂളായിട്ട് പറഞ്ഞതിനെ, അതിങ്ങനെ ഈ പെണ്ണുങ്ങൾക്കൊക്കെ ഈ ആഭരണങ്ങളിലൊക്കെ ഒരു കമ്പുണ്ടാവണ പോലെ എനിക്ക് അന്ന് കാലത്ത് ഡിഗ്രിയിലോടൊരു കമ്പം ഉണ്ടായി. അതിന് കുറേ ഡിഗ്രികൾ എടുത്തു, അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. അങ്ങനെ ഞാൻ കൂടുതലൊന്നും ചോദിച്ചില്ല. എനിക്കിത് കാണാൻ പറ്റി. അതിൽ വേറൊരു മനുഷ്യനായിരുന്നു, ഈ മറ്റേ താമി എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. അയാളാണ് മാട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കഥ. അയാളിപ്പോൾ മമ്മൂട്ടിയൊക്കെ മഞ്ചേരി കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് ഈ താമിയുടെ കേസ്. താമി ഒരു കുഞ്ഞിക്കിളി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മന്ത്രവാദിനെ കൊല്ലുന്നൊരു കേസാണ്. അപ്പോൾ മമ്മൂട്ടിക്ക് അറിയാമായിരുന്നു. അപ്പോൾ മമ്മൂട്ടിയാണ് എന്നോട് ആദ്യം അയാളുടെ പേരിലൊരു സിനിമ എടുത്താൽ നന്നാവും എന്നൊക്കെ പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ഇയാളെ അന്വേഷിച്ച് പോകുന്നത്. ഇയാളെ അന്വേഷിച്ചപ്പോൾ ഭയങ്കര രസമുള്ളൊരു കഥയാണ്. അത് മാട്ട് എന്നുള്ള പേരിൽ പുസ്തകം തന്നെയുണ്ട്, മാട്ട് എന്നുള്ള പേരിൽ. അതും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ പഠിപ്പിക്കാറുണ്ട്. അപ്പം ഇതൊന്നും നമ്മൾ ചെന്ന് ചോദിച്ചറിഞ്ഞിട്ടില്ലായിരുന്നുവെങ്കിൽ ഇങ്ങനൊരു മനുഷ്യനുണ്ടായിരുന്നു എന്ന് പോലും നമ്മുടെ ചരിത്രത്തിൽ രേഖപ്പെടുമായിരുന്നില്ല. അതാണ് ഞാൻ പറയുന്നത്, ഓരോ മനുഷ്യനും ഓരോ പുസ്തകമാണ്, ഓരോ വ്യത്യസ്ത ജീവിതങ്ങളാണ്. എല്ലാവർക്കും അവരവരുടേതായിരിക്കാനുള്ള ഒരു വായനാശേഷിയാണ് അവർക്ക് ഡെവലപ്പ് ചെയ്യേണ്ടത് എന്നാണ് എൻ്റെ എളിയ വിശ്വാസം. അപ്പൊ അതിനു വേണ്ടി ഇപ്പൊ നമുക്കൊന്നും പറ്റില്ലെങ്കിലും നമ്മുടെ കുഞ്ഞുങ്ങളെ അതിനു വേണ്ടിയിട്ടുള്ള ഒരു സ്വാതന്ത്ര്യം അവർക്ക് കൊടുക്കുക. അവർ സ്വന്തമായിട്ട് ചിന്തിക്കാനും കാണാനും വായിക്കാനും എഴുതാനും അനുഭവങ്ങൾ രേഖപ്പെടുത്താനുമുള്ള ഒരു ശക്തി അവരിൽ ഉണ്ടാവാൻ വേണ്ടി നമ്മൾ രക്ഷിതാക്കൾ പ്രവർത്തിക്കണം. അതല്ലാതെ അങ്ങനെയല്ല, എങ്ങനെയാണ് നീ വായിക്കേണ്ടത് എന്ന് പറയാനൊക്കെ എല്ലാ മാഷന്മാർക്കും പറ്റും. പക്ഷെ അവനവന്റെ സ്വന്തം ദർശനങ്ങൾ ഉരുത്തിരിയുക എന്നുള്ളത് തന്നെയാണ് വായനയെ വായിച്ചത്. ആർക്കൊക്കെ ഒന്ന് തന്നെയാണ്. അത് അർത്ഥം തെറ്റിയ പോലെ അങ്ങനെ എല്ലാവർക്കും അങ്ങനെ ഒരു ഫിക്സ്ഡ് ആയിട്ടുള്ള ഒരു സംഗതിയിൽ കൂടെ ഒരു 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 കുഴലിൽ കൂടെ ഇങ്ങനെ ജീവിച്ചു പോവേണ്ട ഒന്നല്ല മനുഷ്യന്റെ മസ്തിഷ്കവും മനുഷ്യന്റെ ജീവിതവും എന്നാണ് എനിക്ക് പറയാനുള്ളത് ഈ വായനാ ദിനത്തിന്. അപ്പൊ നമ്മൾക്ക് ഓരോരുത്തർക്കും സ്വന്തമായിട്ട് വായിക്കാനും എഴുതാനുമുള്ള ത്രാണി ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നമസ്കാരം. സങ്കല്പമാണ് ഓർമ്മ വരാറ്. അത് എസ് കെ പൊറ്റക്കാട് എന്ന് പറയുന്ന വലിയ യാത്രികനായിരുന്ന എഴുത്തുകാരൻ അദ്ദേഹത്തിന്റെ ഒരു സഞ്ചാര സാഹിത്യ കൃതിയിൽ പറയുന്ന കാര്യമാണ്. ഫിൻലൻഡിനെ കുറിച്ച് പറയുന്ന സമയത്ത് അദ്ദേഹം ഫിൻലൻഡിലെ പല അനുഭവങ്ങൾ നമുക്ക് അപൂർവമെന്ന് തോന്നുന്ന ചില അനുഭവങ്ങൾ പറയുന്ന സമയത്ത് ഫിൻലൻഡിലായിരുന്നു ജനിച്ചിരുന്നതെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് തോന്നിപ്പോയിട്ടുണ്ട്. അന്ന് ഫിൻലൻഡ് കാണാൻ വേണ്ടി ഇദ്ദേഹത്തെ കൂടെ കൊണ്ട് ആ പെൺകുട്ടിയുടെ വർണ്ണനയിൽ നിന്ന് ആ പെൺകുട്ടിയെയും എനിക്ക് വല്ലാതെ ഇഷ്ടമായി. അപ്പോൾ എനിക്ക് ഞാൻ പറഞ്ഞാണ്, ഒരു പെൺകുട്ടി ജനിക്കുകയാണെങ്കിൽ ആ പേരിടണം എന്ന് ഞാൻ ആഗ്രഹിച്ചു. അത്ര ഇഷ്ടപ്പെട്ടു ആ കുട്ടിയെ. പക്ഷെ ഈ പ്രസവാദി വേവലാദികളുടെ ഇടയിൽ അച്ഛനുണ്ടല്ലോ പ്രസവവേദന, അതിനിടയിൽ ആ പേര് മറന്നുപോയും കുട്ടിക്ക് നാടൻ പേരിട്ട് പോവുകയും ചെയ്തു. ഞാൻ പറയുന്നത് അതല്ല, ഈ കുട്ടി നടന്ന് കാണിക്കുകയാണ്. ഒരു ദിവസം എന്റെ വീട്ടിലേക്ക് വരും, ഒരു വീട് കാണാനായിട്ട് എസ് കെ പറയുന്നത് അവിടെയും എഞ്ചിനീയേഴ്സ് ഉണ്ട്. അവർ വീട് കിട്ടുന്നതിന് മുമ്പ് റിക്വയർമെന്റ്സ് പറയാറുണ്ട് എഞ്ചിനീയറോട്, ഇന്നാണ് എനിക്ക് വേണ്ടത് വീട്, ഇന്നാണ് പ്രധാനമായിട്ടും വേണ്ടത്. അവിടെ അവർ പറയുന്ന ഒരു കാര്യം, നമ്മൾ സാധാരണ ഹിന്ദുക്കളാണ് പടിഞ്ഞാറ്റാണ് പണ്ട് പറഞ്ഞുകൊണ്ടിരുന്നത്. പിന്നെ അത് ടി വി വെക്കുന്ന സ്ഥലമായി, പ്രധാനമായ സ്ഥലമായിട്ട്. അവര് പറയുക ലൈബ്രറിക്കുള്ള സ്ഥലമാണ്, ലൈബ്രറിക്ക് ഇത്ര സ്ഥലമാണ്. ഇത് ഒരു വീട്ടിന്റെ അനുഭവമല്ല. ഫിൻലൻഡിലെ എല്ലാ വീടുകളിലും നിർബന്ധമായും ഒരു ലൈബ്രറി ഉണ്ടായിരുന്നു. അവിടെ ഫിന്നിഷ് ലിറ്ററേച്ചർ, നാടൻ കഥകൾ തൊട്ടിട്ട് ഫിൻലാൻഡിന്റെ ഭാഷയിലുള്ള ഇവിടെ അച്ഛൻ ഒരു ചെരുപ്പൂതിയാണ്. അങ്ങനെ നമ്മൾ പറയുന്ന സമൂഹത്തിൽ സാമ്പത്തികമായിട്ടൊക്കെ പിറകിൽ നിൽക്കുന്ന ഏറ്റവും ദരിദ്രമായ കുടുംബം തൊട്ട്
വീടുകളിൽ ലൈബ്രറി വേണമെന്നൊരു നിർബന്ധം പിടിച്ചു. ഇതാണ് നമുക്കിന്നറിയാം ലോകത്തിലെ ഈ സന്തോഷത്തിന്റെ മാനദണ്ഡം, ആഹ്ലാദത്തിന്റെ മാനദണ്ഡം എന്ന് പറയുന്ന സംഗതിയുണ്ട്. അതിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യം ഫിൻലൻഡാണ്. അതിലൊരു കാര്യം, ധർമ്മദീക്ഷ അവരുടെ അവിടെ പോലീസ് സ്റ്റേഷനുകളുടെ ആവശ്യം ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നത്. അതിന്റെ ആവശ്യമില്ല, കളവില്ല, യാതൊരു തരത്തിലുള്ള തമിഴത്തുമില്ല. അതിനൊക്കെ കാര്യമായിട്ട് എസ് കെ പറയുന്നത് യുടെ സാന്നിധ്യം അവരുടെ സംസ്കാരത്തെ രൂപപ്പെടുത്തിയതിന്റെ മേന്മയാണ്. നമുക്കും കേരളത്തിലും ഉണ്ടായിരുന്നു രാമായണ മാസം എന്നൊക്കെ പറഞ്ഞിട്ട് അപൂർവമായ കഴിയുള്ളൂ. വായനക്ക് വേണ്ടിയിട്ടൊരു മാസം നീക്കി വെക്കുക. അതൊന്നും പിന്നെ മതവുമായി ബന്ധപ്പെട്ട കാര്യമല്ല. രാമായണം വായിക്കാൻ, മഹാഭാരതം വായിക്കാൻ, മിഥുന മാസത്തിൽ മഹാഭാരതം വായിക്കാൻ, രാമായണം കർക്കിടകത്തിൽ വായിക്കുക എന്നൊക്കെയുള്ള ശീലം കേരളത്തിലും പണ്ടുണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം, പലപ്പോഴും ഞാൻ ആദ്യം വളരെ ആവേശത്തോടു കൂടി വായിച്ചിരുന്നത് മഹാഭാരതമായിരുന്നു. എഴുത്തച്ഛന്റെ മഹാഭാരതം ചെറിയ അക്ഷരം കൂട്ടി വായിക്കാൻ പഠിക്കുന്ന മുതൽ വീട്ടിൽ വായിക്കുന്ന ശീലമുണ്ടായിരുന്നു. യുദ്ധമാണ് യുദ്ധം. ഭീമൻ നടത്തുന്ന ദുശാസനോടും ദുര്യോധനോടും ഒക്കെ നടത്തുന്ന യുദ്ധമുണ്ടല്ലോ, യുദ്ധക്കളം തന്നെ പൊടിപ്പെടുത്തുന്ന വിധത്തിലുള്ള മഹായുദ്ധം, അതിന്റെ വർണ്ണ കണ്ടിട്ട് കേട്ടിട്ട് ഒരുത്തരിച്ച് വന്നിട്ടുണ്ട്. പിന്നെയാണ് ഞാൻ ഇപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്ന സംഗതി, ഇങ്ങനെയുള്ള കുറേ കഥകളിലൂടെ നമ്മൾ ചെറുപ്പം മുതൽ സഞ്ചരിക്കുന്നുണ്ട്. ഈ കഥാനുഭൂതിയായിട്ട് തന്നെ നിലനിൽക്കുന്ന ഒരു സമൂഹം ഉണ്ടായിരുന്നുവെങ്കിൽ അത് ഇന്നത്തെ സമൂഹമാവുന്നില്ല. പലപ്പോഴും ഈ കഥാനുഭൂതികൾ പിൽക്കാലത്ത് മതാനുഭൂതികളാണെന്ന് തെറ്റിദ്ധരിക്കപ്പെട്ടു പോയിട്ടുണ്ട്. മതം തന്നതാണ് എനിക്ക് ഭീമനെ, മതം തന്നതാണ് തരത്തിലുള്ള ചിന്ത പിൽക്കാലത്ത് വളർത്തിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് മതങ്ങൾക്ക്. യഥാർത്ഥത്തിൽ ഇതൊക്കെ കഥകളാണ്, മനോഹരങ്ങളായ കഥകളായിട്ട് മഹാഭാരതത്തെയും ഇതിന്റെയൊക്കെ പിന്നെ രാമായണത്തിന്റെയും ബൈബിളിന്റെയും ഖുർആനൊക്കെ ഉള്ളത് ഇങ്ങനെയുള്ള മനോഹരങ്ങളായ മനുഷ്യൻ ജീവിതത്തിന്റെ പല ഘട്ടങ്ങളിൽ അഭിമുഖീകരിച്ച പ്രശ്നങ്ങളെ മറ്റൊരു ഭാഷയിൽ പറഞ്ഞ കഥകളാണ് ഇതിനകത്തൊക്കെ ഉള്ളത്. അപ്പോ സമയത്ത് നല്ല വായന ഉണ്ടാവും. അങ്ങനെയായിരിക്കണം നല്ല വായന എന്നാണ് ഇപ്പോഴും ഈ കുറച്ച് പ്രായമല്ലോ, കുറച്ച് ഈ പ്രായമായ കാലത്ത് തോന്നുന്ന ഒരു ആശയം. ചേച്ചിയാണ് എനിക്ക് സന്തോഷം. ശ്രീരാമേട്ടൻ, വായനയെ കുറിച്ചൊന്നും ഒരുപാട് പറയേണ്ട വേദിയല്ല, വളരെ വ്യക്തമായിട്ടുള്ള ധാരണയുള്ള ആൾക്കാരാണ് ഇവിടെ ഇരിക്കുന്നത്. ഒരു കാര്യം സൂചിപ്പിച്ചേ പറ്റൂ എന്നുള്ളത് കൊണ്ട് തന്നെയാണ് മൈക്കെടുത്തത്. കാരണം പത്രങ്ങൾ പറയാതെ പോകുന്നത്, ചാനൽ പറയാതെ പോകുന്ന ഒരു സങ്കടകരമായ കാര്യം നമ്മുടെ കാസർഗോഡ് നടന്നു എന്നുള്ളത് ഒരു സത്യമാണ്. പത്രങ്ങളൊക്കെ മറച്ചു വെച്ചിട്ടുണ്ടത് എല്ലാ ചാനലുകളും. ക്ഷമിക്കണം, ഇവിടെ മാധ്യമപ്രവർത്തകര് വലിയ ഇന്നലത്തെ വാർത്തയിൽ നമ്മുടെ മന്ത്രി പറഞ്ഞു കഴിഞ്ഞു, പിന്നെ കോളനി എന്നുള്ള പദം ഉപയോഗിക്കരുത്. അതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് പറയുന്നത്. അങ്ങനെ ഒരു ഉൾപ്രദേശത്ത് ഉള്ള അംഗൻവാടി ടീച്ചർ നിങ്ങൾ പലരും അറിഞ്ഞിട്ടുണ്ടാവുമായിരിക്കും. അംഗൻവാടി ടീച്ചർ അവരുടെ സ്കൂളിൽ, അവരുടെ അംഗൻവാടിയിലേക്ക് വരുന്ന ഒരുപാട് കുട്ടികൾ, പല വിധത്തിലുള്ള കുട്ടികളുണ്ട്. അപ്പൊ അതിൽ ഒരു കുട്ടി, നമ്മൾക്കൊക്കെ അറിയാം നമ്മുടെ കുട്ടിക്കാലത്ത് എങ്ങനെയാണ്, ചിലപ്പം ഇട്ട ഷട്ടിയിൽ ചിലപ്പോൾ മൂത്രമൊഴിച്ചു പോകും, തൂറിപ്പോകും. ഇതൊക്കെ സാധാരണ ഒരു സംഭവമാണ്. ഒരു കുട്ടി തൂറി, അവന്റെ ചട്ടിയിൽ തൂറി. അപ്പൊ ഈ ടീച്ചർ എന്ത് ചെയ്തു വെച്ചാല്, അങ്ങനെ ഒരു വിഭാഗത്തിൽ വന്ന കുട്ടി ആയതുകൊണ്ട് തന്നെ അതൊരു കവറിലാക്കിയിട്ട് കുട്ടിയുടെ ബാഗിൽ വെച്ചിട്ട് മറ്റൊരാളുടെ കയ്യിൽ കുട്ടീനെ വീട്ടിലേക്ക് വിടുകയാണ്. കഴുകിക്കും കൂടെ ചെയ്യാതെ വീട്ടിലേക്ക് വിട്ട ഒരു സ്ഥലമാണ് കാസർഗോഡ് എന്നുള്ള ഒരു ദുഃഖ സത്യമാണ്. ഇത് പറയാൻ നിവൃത്തിയില്ല. പക്ഷെ ഇതിന്റെ ഒരു സംഭവം എന്ന് വെച്ചാൽ, ആ ടീച്ചർ വളരെ ശക്തമായിട്ടുള്ള ഒരു പിന്നെ സംഘടന സപ്പോർട്ട് നിൽക്കണമെന്ന് വെച്ചിട്ട് മാധ്യമങ്ങളെ അവര് അറിയിക്കാൻ വേണ്ടി അവർ തയ്യാറായിട്ടില്ല. ആദ്യം തന്നെ ഈ കുട്ടിയുടെ അമ്മയോട് നമ്മുടെ ഒരു സുഹൃത്ത് മാധ്യമ പ്രവർത്തകൻ ഇത് അറിഞ്ഞിട്ട് പോയിട്ട് ചോദിച്ചപ്പോ എനിക്ക് ധൈര്യമില്ല, കാരണം ആ ടീച്ചർ ഇങ്ങനെ ഒരു എന്തെങ്കിലും പ്രവർത്തിക്കുന്നതെന്ന് എനിക്ക് അറിയാമെന്ന് പറഞ്ഞു. അതുകൊണ്ട് അവർക്ക് ധൈര്യമില്ല. വിളികൾ വന്നുകൊണ്ടിരിക്കുന്നത്, അവരെ ഭീഷണി മിണ്ടാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട്. ഇതെല്ലാം മറികടന്നുകൊണ്ട് ഒരാള് സമീപിക്കും. അതിന് ഒരു ലോക്കൽ ചാനലിൽ
ആ വാർത്ത വരികയും ചെയ്തു. ഇപ്പൊ അദ്ദേഹത്തിന് പുറത്തിറങ്ങാൻ ബുദ്ധിമുട്ടാണ്, കാരണം വിളികൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, നിരന്തരം വിളികൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരു അവസ്ഥയിലാണ് നമ്മളുള്ളത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കേണ്ട, മുന്നിലിരിക്കുന്ന നിത്യചൈതന്യ യതി പറഞ്ഞൊരു സംഭവമാണ്, മുന്നിലിരിക്കുന്ന മക്കളെ സ്വന്തം മക്കളായി കാണാൻ പറ്റാത്തവർ അവർ അധ്യാപനത്തിന് യോഗ്യരല്ല എന്ന് പറഞ്ഞിട്ടുണ്ട് യതി. ഇത് വല്ലാത്ത ക്രൂരമായിട്ടുള്ള അവസ്ഥയിലേക്ക് നമുക്കത് ഇത്രയും നേരെയുടെ വായന മതം എന്ന് സംസാരിക്കുമ്പോൾ മതമല്ലേ അല്ല ജാതിയാണെന്ന് വീണ്ടും വീണ്ടും നമ്മളെ നിരന്തരം ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് സമൂഹം. അപ്പം മറ്റൊരു സംസ്ഥാനത്തിലില്ല, കേരളത്തിൽ മാത്രമേ ഉള്ളൂ നമ്മൾ ഇവിടെ ഇരുന്ന് കുറ്റക്കൊള്ളുമ്പോൾ നമ്മളെ പോലെയുള്ള സഹജീവികളോട് ചെയ്യുന്ന ഏറ്റവും ക്രൂരമായിട്ടുള്ള പരിപാടികൾ നമ്മുടെ ജില്ലയിൽ, അതാണ് അതിന്റെ വേദന, നമ്മുടെ ജില്ലയിൽ സംഭവിക്കുന്നു എന്നുള്ളതാണ്. എന്നിട്ട് അത് വളരെ സമർത്ഥമായിട്ട് മറച്ചു വെക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പം ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് അവർ കേസ് എടുക്കാൻ വേണ്ടി കേസ് കൊടുക്കുക എന്നുള്ള എല്ലാവരുടെ കുറച്ച് ആൾക്കാരുടെ താല്പര്യപ്രകാരം പറഞ്ഞ സമയത്ത് പോലീസ് കേസ് എടുത്തിട്ടില്ല. കൊടുത്തിട്ടുണ്ട്, ഇവര് പരാതിയായിട്ട് കൊടുത്തിട്ടുണ്ട്, കേസ് എടുത്തിട്ടില്ല. കേസ് എടുത്താൽ മാത്രമേ മുഖ്യധാര പത്രങ്ങൾ എഴുതൂ പോലും. കേസ് എടുക്കണം പോലും എനിക്കറിയില്ല ഇതിന്റെ പ്രൊസീജിയേഴ്സ് ഒന്നും, പ്രവാരങ്ങളിൽ അറിയുന്നുണ്ടോ? കേസ് എടുത്താൽ മാത്രമേ പത്രങ്ങൾ എഴുതുള്ളൂ. അപ്പൊ ഇവര് പരാതി കൊടുത്തിട്ടുണ്ട്, കേസ് എടുത്തിട്ടില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഉള്ളത്. അപ്പൊ നമ്മള് സ്വയം ഇരിക്കുമ്പോഴൊക്കെ ഇവിടെ നിന്ന് ഇത്രയും സാംസ്കാരിക പ്രഭാഷണങ്ങൾ കേട്ടിട്ടും എല്ലാം പോയി ഇറങ്ങുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് നമ്മുടെ മുന്നിലുള്ള നമ്മുടെയൊക്കെ മക്കളെ പ്രായമുള്ള കുഞ്ഞിനാ ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് അത് കിട്ടുമ്പോൾ വീട്ടിലത്തെ അവസ്ഥ എന്തായിരിക്കും, ഒരു അമ്മയുടെ പെറ്റമ്മയുടെ അവസ്ഥ എന്തായിരിക്കും എന്ന്, ആ കുഞ്ഞിന്റെ അവസ്ഥ എന്തായിരിക്കും എന്നുള്ളത് വളരെ വേദനയോടെ ഓർമ്മിക്കും. ആ ദിനവും വായനാ പക്ഷവുമായി ബന്ധപ്പെട്ട് ഇന്ന് 3 വേദിയായി, ഇനിയും ഈ ആഴ്ച മുഴുവൻ പല വേദികളുണ്ട്. എല്ലായിടത്തും ഞാൻ പറയും എന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്, കാരണം ജനങ്ങൾ അറിയട്ടെ എന്താണ് അവനവൻ എന്ന്. നന്ദി, നമസ്കാരം. ശ്രീരാമന്റെ സംസാരത്തിൽ പറഞ്ഞു, ഓരോ അനുഭവങ്ങളിലും ചില അപ്രിയ സത്യങ്ങളുണ്ടാകും. ആ അപ്രിയ സത്യങ്ങൾ നമുക്ക് എഴുതുന്നതിൽ നിന്ന് വിലക്ക് ഉണ്ടാക്കുന്ന ഒന്നാണ് എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. ധൈര്യമുള്ളവർക്ക് അനുഭവങ്ങൾ പൂർണ്ണമായി എഴുതാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ആയിരിക്കാം അത് പലരും ലോകത്തെ വിളിച്ചു പറയാൻ അല്ലെങ്കിൽ ലോകത്തോട് എഴുതി അറിയിക്കാൻ തയ്യാറാകാത്തത് എന്നാണ് എനിക്ക് ചെറിയ സമയത്തിനുള്ളിൽ തോന്നിയത്. അപ്പോൾ അനുഭവങ്ങൾ എഴുതുമ്പോൾ അപ്രിയ സത്യങ്ങൾ കൂടി എഴുതേണ്ടി വരും. അത് ചിലപ്പോൾ സ്വന്തം നിലനിൽപ്പിന് തന്നെ ദോഷകരമായി ബാധിക്കും എന്ന് തോന്നുന്നവരാണ് നമുക്കിടയിൽ കൂടുതലുള്ളത് എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് എന്നാണ് തോന്നുന്നത്. മറ്റൊരു സന്തോഷം എന്ന് പറയുന്നത് KMSN കൾച്ചറൽ സെൻ്റർ ഒരുപാട് പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. വായനാ ദിനവുമായി ബന്ധപ്പെട്ട് ഇത്തരമൊരു പരിപാടി നടത്തണമെന്ന് ആലോചിച്ചപ്പോൾ അതിന് ഞങ്ങൾക്ക് പറ്റിയ ഒരു സഹകാരി, അത് ഉപാസികയായിരിക്കും, തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ പരിപാടി സംഘടിപ്പിച്ചത്. ഇതിൽ വരുന്ന എല്ലാവരെയും മുക്തകണ്ഠം അഭിനന്ദിച്ചുകൊണ്ട് ശ്രീരാമൻ സാറിന് പ്രത്യേകമായി നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. ജീവനം കുറച്ച് നീണ്ട കേന്ദ്രം സ്ഥാപനം സന്തോഷാണ് അതിന്റെ ഡയറക്ടർ. കൂട്ടത്തിൽ ഞാനും ഒരു ഡയറക്ടറാണ്. ഞാൻ അഭിമാനത്തോടുകൂടി തന്നെ പറയും. മുമ്പ് തിരുവനന്തപുരം ശ്രീകുമാർ തിയേറ്ററിന്റെ അവിടെ വൈശാലി സിനിമയുടെ പ്രിവ്യൂ കാണാൻ പോയ ഒരു നിമിഷത്തെ കുറിച്ച് ഓർക്കുന്നു. അതില് ആ വൈശാലി എന്ന് പറയുന്ന ഫിലിമില് ഒരു മുനിശ്രേഷ്ഠത്തെ റോൾ അഭിനയിച്ച് അനശ്വരമാക്കിയ ഒരു നടനാണ് നമുക്കുള്ളത്. സിനിമാ ലോകത്തില് അദ്ദേഹം പ്രതിഭ തെളിയിച്ച ഒരുപാട് കഥാപാത്രങ്ങളുണ്ട്. അതെല്ലാം നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകുമ്പോഴും നമ്മൾ വായനയെ കുറിച്ചും എഴുത്തിനെ കുറിച്ചും മാത്രം പറഞ്ഞ് കടന്നു പോകുന്നത് ശരിയല്ല തോന്നിയോണ്ടാണ് ഞാനത് സൂചിപ്പിച്ചത്. അന്നത്തെക്കുറിച്ച് സുകുമാരൻ, പിന്നെ ആ സിനിമയിൽ അഭിനയിച്ച ഒട്ടുമിക്ക എല്ലാ നടന്മാരും നടിമാരും അവിടെ ഉണ്ടായിരുന്നു. അന്ന് സാർ അവിടെ ഉണ്ടായിരുന്നു എന്ന് എനിക്കറിയില്ല. ഞാൻ ഒരു കോളേജിൽ പഠിക്കുന്നൊരു കുട്ടി അച്ഛനോടൊപ്പം ചെന്നതാണ്. ഇന്ന് ഇവിടെ അദ്ദേഹം പറഞ്ഞ ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട്. എൻ്റെ അച്ഛൻ പറയുന്ന കാര്യമല്ല, ഒരു മനുഷ്യനായി നിന്ന് ഈ പ്രതികളോട് സ്നേഹവും കരുണയും ഒക്കെ കാണിച്ച് നമ്മുടെ വീടിന് ചുറ്റുമുള്ള ആ വലിയ മതിലും ഇതൊക്കെ കടന്ന് നമ്മുടെ ഒരുപാട് വലിയൊരു മനസ്സുമായിട്ട് നടക്കണമെന്ന് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ആ വലിയ ചിന്തയിൽ നിന്ന് വന്നതാണത്. അത് നമ്മളെല്ലാവരും ഉൾക്കൊള്ളണം. നമ്മുടെ അനുഭവങ്ങളിൽ നിന്ന് നമ്മൾ എഴുതണം. അതിനോടൊപ്പം തന്നെ പുതിയ പുസ്തകങ്ങൾ വായിക്കുക. മറ്റു രാജ്യങ്ങളിലെ പുസ്തകങ്ങളുടെ വിവർത്തകനായ ശ്രീരംഗൻ കഥകളെ അബൂബക്കർ ഗിരിയാണ് ബഷീറിന്റെ പുസ്തകങ്ങൾ വാങ്ങിക്കൊണ്ടുപോയി മക്കൾക്ക് വായിക്കാൻ കൊടുക്കുന്നത്.
ഇന്ന് ഇദ്ദേഹം അതിൻ്റെ പ്രസക്തി പറഞ്ഞ് ബോധ്യപ്പെടുത്തി തന്നു നമുക്ക്. പിന്നെ പെരിന്തൽമണ്ണ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ഫ്ലാഷ് ബാക്കിലേക്ക് പോയി. എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഏട് പെരിന്തൽമണ്ണ ഭാഗത്താണ്. അപ്പം അദ്ദേഹം ആ ബസ് യാത്രയിൽ ആ അന്ത്യം വായിച്ചു തീർന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ ശരിക്കും പറഞ്ഞാൽ എന്തോ ഒരു വളരെ വളരെ ബഹുമാനമാണ് എനിക്ക് ശ്രീരാമനായിട്ടാണ് തോന്നുന്നത്. വളരെ വലിയ മനസ്സ്. ആ 5 വയസ്സ് കുറയ്ക്കാൻ കാണിച്ച ഒരു മനസ്സുണ്ടല്ലോ, അതിന് വലിയൊരു ക്ലാപ്പ് കൊടുത്തേ പറ്റുള്ളൂ. ഈവേച്ചി ഒരു ഡോക്യുമെന്ററിയിൽ ഗവേഷണ സഹായം ചെയ്യുന്ന സമയത്ത് 97-ലാണ് ആദ്യമായിട്ട് ഞാൻ ശ്രീരാമട്ടൻ കാണുന്നത്. പിന്നീട് ഞാനും അതുപോലെ തന്നെ ബാബു ഭരദ്വാജും രവിയേട്ടനൊക്കെ പോലെ ചിന്ത രവിയേട്ടനെ പോലെയുള്ള ആളുകളുടെയൊക്കെ ഒരു സൗഹൃദം, വളരെ പ്രായം കുറവാണെങ്കിൽ പോലും അവരോടൊക്കെ ഒരു സൗഹൃദം എന്ന് പറയാവുന്ന രീതിയിലുള്ള ബന്ധം പുലർത്താൻ വേണ്ടി കുറച്ച് കാലങ്ങൾ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ആ കാലത്തൊക്കെയാണ് ഒരു ഡോക്യുമെന്ററിയിൽ ഞാനും ബാബുവേട്ടനും കൂടി ബാബു ഭരദ്വാജും കൂടി ചെയ്തിരിക്കുന്ന ഒരു ഡോക്യുമെന്ററിയിൽ അവതാരകനായിട്ട് ശ്രീരാമേട്ടൻ സഹകരിച്ചു എന്നതിലൊരു സന്തോഷം കൂടിയുണ്ട്. എൻ്റെ കാവു പുസ്തകത്തിനെ കുറിച്ചിട്ട് ആദ്യം വായിച്ചിട്ട് 25 വർഷം മുമ്പേ വായിച്ചിട്ട് എഴുതിയ കുറിപ്പ് എപ്പോഴും വലിയ ഒരു പ്രചോദനമായിരുന്നു. ഒരുപക്ഷെ സ്വയം നവീകരിക്കുകയൊക്കെ ചെയ്യുന്നത് ശ്രീരാമേട്ടൻ എഴുതിയ പുസ്തകങ്ങളൊക്കെ വായിച്ചുകൊണ്ടാണ്. അതുകൊണ്ട് ഏതായാലും ഈ വായനാ ദിനത്തിൽ ഞാൻ ഇങ്ങോട്ട് ഓടി വന്നതിന് മറ്റൊരു കാര്യം കൂടിയുണ്ട്. എൻ്റെ ഒരു പുസ്തകം എൻ്റെ നോവലെന്ന് പറയാവുന്ന മുത്തുപിള്ള ഞാൻ എഴുതുമ്പോഴേക്കും പല പല പരിണാമത്തിലൂടെ ശ്രീരാമേട്ടൻ ഇപ്പോൾ നമുക്കറിയാം പട്ടി സ്നേഹവും പട്ടിയിലൂടെ ദാർശനികമായിട്ട് 1-2 വർഷമായിട്ട് എഴുതുന്ന കാര്യം അറിയാം. പക്ഷെ ഇപ്പം പുതിയ സ്നേഹം പക്ഷി സ്നേഹമാണ് എന്ന് നമുക്കറിയാം. എൻ്റെ കൂടി സുഹൃത്തായ നമ്മുടെ സുരേഷ് ഇളമണ്ണിൻ്റെ ഒരു പുസ്തകം ശ്രീരാമേട്ടനെയും കൂടി ഉത്സാഹത്തിലാണ് ഇപ്പോൾ അതിൻ്റെ പ്രകാശനം കഴിഞ്ഞിരിക്കുന്നത്. പക്ഷി ചിത്രങ്ങളുടെ പ്രദർശനം നടത്തുന്നത്. അതുകൊണ്ടൊരു പക്ഷി മനുഷ്യൻ കൂടി ആയി കഴിഞ്ഞിരിക്കുന്ന ശ്രീരാമേട്ടനെ ഏതായാലും ഞാൻ എൻ്റെ മുത്തുപിള്ളയുടെ ഒരു കോപ്പി കൊടുത്തുകൊണ്ട് ഈ പ്രസംഗം നിർത്തി. ശ്രീരാമേട്ടന്റെ സാന്നിധ്യം പറഞ്ഞിരിക്കുന്ന KM ഹസൻ, അദ്ദേഹത്തിന്റെ വേദിയിൽ ഒരുപാട് ചെറിയ സദസ്സിൽ ഒരുപാട് പേർക്ക് അറിയാമെന്ന് കരുതുന്നു. കാസർഗോഡ് നഗരത്തിന്റെ വികസനത്തിന് ചാലുകേറിയ ഒരു പൊതുപ്രവർത്തകൻ. അദ്ദേഹത്തിന്റെ സ്മരണകൾ ഇരുമ്പുന്ന ചടങ്ങ്. അതുപോലെ തന്നെ കാസർഗോട്ടെ എഴുത്തുകാർക്ക് അച്ചടി മഷി പുരണ്ട ഒരു സൗഭാഗ്യം സമ്മാനിച്ച ഉപാസിക ഇവിടെ സംഘാടക മികവ്. അങ്ങനെ ഒരുപാട് സുഹൃത്തുക്കൾ ഒന്ന് ചേരുന്ന ഒരു ചടങ്ങാണിത്. KM ഹസൻ എന്ന് പറയുന്നത്, KM ഹസനെ കുറിച്ച് വലിയ തോതിൽ ഇവിടെ പരാമർശിക്കപ്പെടാത്തത് കൊണ്ട് 1-2 കാര്യങ്ങൾ പറയാതിരിക്കാൻ വയ്യ. അതിലുപരി അദ്ദേഹം 2 കണ്ടുപിടുത്തങ്ങൾ നടത്തിയ ഒരു വ്യക്തിയാണ്. അദ്ദേഹം ഈ മുട്ടവിരിക്കാൻ ചുട്ടുവിദ്യ എന്ന ഒരു പോൾട്രി ഇൻക്യുബേറ്ററും അതുപോലെ തന്നെ തേനീച്ചക്കൂട് ക്രിസ്റ്റൽ കേജും കണ്ടുപിടിച്ച ഒരു വ്യക്തിയാണ്. ഒരു കാലത്ത് ആകാശവാണിയിൽ കാർഷിക മേഖലയെക്കുറിച്ച് നിരന്തരം പ്രഭാഷണങ്ങൾ നടത്തിക്കൊണ്ടിരുന്ന ഒരാളാണ്. അങ്ങനെ ഒരുപാട് മേന്മകളുള്ള ഒരു വ്യക്തിയുടെ നാമധേയത്തിലുള്ള ഒരു സ്ഥാപനമാണ്, ഒരു കൂട്ടായ്മയാണ് ഈ പരിപാടിയുടെ സംഘാടകരിൽ ഒന്ന്. മറ്റൊന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കാസർഗോഡുകാർക്ക് എഴുതാൻ തന്നെ ഭയമായിരുന്നു, മടിയായിരുന്നു. കാരണം എഴുതിയാൽ അതിൽ അക്ഷരി പുരളുക അസാധാരണമായിരുന്നു. പക്ഷെ ഇപ്പോൾ ഉപാസികയുടെ വരവോടുകൂടി കാസർഗോഡുകാരുടെ രചനകൾക്ക്, കാസർഗോഡുകാരുടെ എഴുത്തുകൾ പുസ്തക രൂപത്തിൽ ആയി നിരന്തരം ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സൗഭാഗ്യ കാലത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അങ്ങനെ ഒരുപാട് നല്ല മേന്മകൾ നിറഞ്ഞൊരു ചടങ്ങ്. ശ്രീരാമേട്ടന്റെ പ്രസംഗം അത് വളരെ മനോഹരമായി ആസ്വദിക്കായിരുന്നു നമ്മളെല്ലാവരും. ഇത്രമാത്രം അവഗാഹമുള്ള അദ്ദേഹത്തിന്റെ ജീവിതം വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഏതായാലും അദ്ദേഹം ഇവിടെ വന്നതിന്, ഞങ്ങളോട് സംസാരിച്ചതിന്, സംവദിച്ചതിന്, ഞങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകിയതിന് ഒരുപാട് നന്ദി. ഈ കാസർഗോഡൻ പോരായ്മയ്ക്ക് വേണ്ടി, ഈ ജനതയ്ക്ക് വേണ്ടി അദ്ദേഹത്തെ അറിയിച്ചുകൊണ്ട് ഞാൻ വാക്ക് നിർത്തുന്നു. ഒരുക്കിയ പരിപാടിയിൽ എത്തിയ നമ്മുടെ ക്ഷണിച്ചിവിടെ എത്തിയ VK ശ്രീരാമൻ സാറിനും KM ഹസൻ സ്മാരക സാംസ്കാരിക കേന്ദ്രത്തിൻ്റെയും ഉപാസിക പബ്ലിക്കേഷൻസിൻ്റെയും പേരിൽ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. കാസർഗോഡ് സാഹിത്യവേദി പ്രസിഡന്റ് പപ്പൻ മാഷ്, എഴുത്തുകാരി ശുഭാ ടീച്ചർ, E ഉണ്ണികൃഷ്ണൻ മാഷ്, മണികണ്ഠൻ മാഷ്, KM ഹസൻ സ്മാരക സാംസ്കാരിക കേന്ദ്രം ചെയർമാൻ VM മുനീർ സാർ, രേഖാകൃഷ്ണൻ, T
ടി.എ. ഷാഫി എന്നിവർക്കും ഞങ്ങളുടെ നന്ദി രേഖപ്പെടുത്തുന്നു. ഡയറക്ടർ കെ വി സന്തോഷ് കുമാർ, ഈ പരിപാടിയിൽ സംബന്ധിച്ച എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. അധ്യക്ഷന്റെ അനുമതിയോടെ യോഗം പരിപാടി അവസാനിച്ചതായി അറിയിക്കുന്നു. ഇംഗ്ലീഷിലൊക്കെ അപ്പൊ അതില് പള്ളികൾ, ചർച്ചുകൾ, അമ്പലങ്ങൾ, ശ്രേഷ്ഠ ഭാരത പൈതൃക മന്ദിരങ്ങൾ കാത്തിടാം നമ്മൾക്കൊരു മനസ്സാൽ കാലമെങ്ങും പുലർത്തിടാം സൗഹൃദങ്ങൾ. ശംഖിന്റെ നാദവും ബാങ്കോലിയും പോലെ പള്ളിമണിയും മുഴങ്ങിടട്ടെ. ശംഖിന്റെ നാദവും ബാങ്കോലിയും പോലെ പള്ളിമണിയും മുഴങ്ങിടട്ടെ. ഇത് ഭാരതം അതിസുന്ദരം അഭിമാനപൂരിതം ഇടനെഞ്ചകത്തിലെന്നും അഴകോടെ. പള്ളികൾ, ചർച്ചുകൾ, അമ്പലങ്ങൾ, ശ്രേഷ്ഠ ഭാരത പൈതൃക മന്ദിരങ്ങൾ കാത്തിടാം നമ്മൾക്കൊരു മനസ്സാൽ കാലമെങ്ങും പുലർത്തിടാം സൗഹൃദങ്ങൾ. ശംഖിന്റെ നാദവും ബാങ്കോലിയും പോലെ പള്ളിമണിയും മുഴങ്ങിടട്ടെ. ശംഖിന്റെ നാദവും ബാങ്കോലിയും പോലെ പള്ളിമണിയും മുഴങ്ങിടട്ടെ. ഇത് ഭാരതം അതിസുന്ദരം അഭിമാനപൂരിതം ഇടനെഞ്ചകത്തിലെന്നും പള്ളികൾ, ചർച്ചുകൾ, അമ്പലങ്ങൾ, ശ്രേഷ്ഠ ഭാരത പൈതൃക മന്ദിരങ്ങൾ കാത്തിടാം നമ്മൾക്കൊരു മനസ്സാൽ കാലമെങ്ങും പുലർത്തിടാം സൗഹൃദങ്ങൾ. ശംഖിന്റെ നാദവും ബാങ്കോലിയും പോലെ പള്ളിമണിയും മുഴങ്ങിടട്ടെ. ശംഖിന്റെ നാദവും ബാങ്കോലിയും പോലെ പള്ളിമണിയും മുഴങ്ങിടട്ടെ. ഇത് ഭാരതം അതിസുന്ദരം അഭിമാനപൂരിതം ഇടനെഞ്ചകത്തിലെന്നും അഴകോടെ. പള്ളികൾ, ചർച്ചുകൾ, അമ്പലങ്ങൾ, ശ്രേഷ്ഠ ഭാരത പൈതൃക മന്ദിരങ്ങൾ കാത്തിടാം നമ്മൾക്കൊരു മനസ്സാൽ കാലമെങ്ങും പുലർത്തിടാം സൗഹൃദങ്ങൾ. ശംഖിന്റെ നാദവും ബാങ്കോലിയും പോലെ പള്ളിമണിയും മുഴങ്ങിടട്ടെ. ശംഖിന്റെ നാദവും ബാങ്കോലിയും പോലെ പള്ളിമണിയും മുഴങ്ങിടട്ടെ. ഇത് ഭാരതം അതിസുന്ദരം അഭിമാനപൂരിതം ഇടനെഞ്ചകത്തിലെന്നും പള്ളികൾ, ചർച്ചുകൾ, അമ്പലങ്ങൾ, ശ്രേഷ്ഠ ഭാരത പൈതൃക മന്ദിരങ്ങൾ കാത്തിടാം നമ്മൾക്കൊരു മനസ്സാൽ കാലമെങ്ങും പുലർത്തിടാം സൗഹൃദങ്ങൾ. ശംഖിന്റെ നാദവും ബാങ്കോലിയും പോലെ പള്ളിമണിയും മുഴങ്ങിടട്ടെ. ശംഖിന്റെ നാദവും ബാങ്കോലിയും പോലെ പള്ളിമണിയും മുഴങ്ങിടട്ടെ. ഇത് ഭാരതം അതിസുന്ദരം അഭിമാനപൂരിതം ഇടനെഞ്ചകത്തിലെന്നും പള്ളികൾ, ചർച്ചുകൾ, അമ്പലങ്ങൾ, ശ്രേഷ്ഠ ഭാരത പൈതൃക മന്ദിരങ്ങൾ കാത്തിടാം നമ്മൾക്കൊരു മനസ്സാൽ കാലമെങ്ങും പുലർത്തിടാം സൗഹൃദങ്ങൾ. ശംഖിന്റെ നാദവും ബാങ്കോലിയും പോലെ പള്ളിമണിയും മുഴങ്ങിടട്ടെ. ശംഖിന്റെ നാദവും ബാങ്കോലിയും പോലെ പള്ളിമണിയും മുഴങ്ങിടട്ടെ. ഇത് ഭാരതം അതിസുന്ദരം അഭിമാനപൂരിതം ഇടനെഞ്ചകത്തിലെന്നും പള്ളികൾ, ചർച്ചുകൾ, അമ്പലങ്ങൾ, ശ്രേഷ്ഠ ഭാരത പൈതൃക മന്ദിരങ്ങൾ കാത്തിടാം നമ്മൾക്കൊരു മനസ്സാൽ കാലമെങ്ങും പുലർത്തിടാം സൗഹൃദങ്ങൾ. ശംഖിന്റെ നാദവും ബാങ്കോലിയും പോലെ പള്ളിമണിയും മുഴങ്ങിടട്ടെ. ശംഖിന്റെ നാദവും ബാങ്കോലിയും പോലെ പള്ളിമണിയും മുഴങ്ങിടട്ടെ. ഇത് ഭാരതം അതിസുന്ദരം അഭിമാനപൂരിതം ഇടനെഞ്ചകത്തിലെന്നും പള്ളികൾ, ചർച്ചുകൾ, അമ്പലങ്ങൾ, ശ്രേഷ്ഠ ഭാരത പൈതൃക മന്ദിരങ്ങൾ കാത്തിടാം നമ്മൾക്കൊരു മനസ്സാൽ കാലമെങ്ങും പുലർത്തിടാം സൗഹൃദങ്ങൾ. ശംഖിന്റെ നാദവും ബാങ്കോലിയും പോലെ പള്ളിമണിയും മുഴങ്ങിടട്ടെ. ശംഖിന്റെ നാദവും ബാങ്കോലിയും പോലെ പള്ളിമണിയും മുഴങ്ങിടട്ടെ. ഇത് ഭാരതം അതിസുന്ദരം അഭിമാനപൂരിതം ഇടനെഞ്ചകത്തിലെന്നും പള്ളികൾ, ചർച്ചുകൾ, അമ്പലങ്ങൾ, ശ്രേഷ്ഠ ഭാരത പൈതൃക മന്ദിരങ്ങൾ കാത്തിടാം നമ്മൾക്കൊരു മനസ്സാൽ കാലമെങ്ങും പുലർത്തിടാം സൗഹൃദങ്ങൾ. ശംഖിന്റെ നാദവും ബാങ്കോലിയും പോലെ പള്ളിമണിയും മുഴങ്ങിടട്ടെ. ശംഖിന്റെ നാദവും ബാങ്കോലിയും പോലെ പള്ളിമണിയും മുഴങ്ങിടട്ടെ. ഇത് ഭാരതം അതിസുന്ദരം അഭിമാനപൂരിതം ഇടനെഞ്ചകത്തിലെന്നും പള്ളികൾ, ചർച്ചുകൾ, അമ്പലങ്ങൾ, ശ്രേഷ്ഠ ഭാരത പൈതൃക മന്ദിരങ്ങൾ കാത്തിടാം നമ്മൾക്കൊരു മനസ്സാൽ കാലമെങ്ങും പുലർത്തിടാം സൗഹൃദങ്ങൾ. ശംഖിന്റെ നാദവും ബാങ്കോലിയും പോലെ പള്ളിമണിയും മുഴങ്ങിടട്ടെ. ശംഖിന്റെ നാദവും ബാങ്കോലിയും പോലെ പള്ളിമണിയും മുഴങ്ങിടട്ടെ. ഇത് ഭാരതം അതിസുന്ദരം അഭിമാനപൂരിതം ഇടനെഞ്ചകത്തിലെന്നും അഴകോടെ. പള്ളികൾ, ചർച്ചുകൾ, അമ്പലങ്ങൾ, ശ്രേഷ്ഠ ഭാരത പൈതൃക മന്ദിരങ്ങൾ
കാത്തിടാം നമ്മൾക്കൊരു മനസ്സാൽ കാലമെങ്ങും പുലർത്തിടാം സൗഹൃദങ്ങൾ ശംഖിന്റെ നാദവും ബാങ്കോലിയും പോലെ പള്ളിമണിയും മുഴങ്ങിടട്ടെ ശംഖിന്റെ നാദവും ബാങ്കോലിയും പോലെ പള്ളിമണിയും മുഴങ്ങിടട്ടെ ഇത് ഭാരതം അതിസുന്ദരം അഭിമാനപൂരിതം ഇടനെഞ്ചകത്തിലെന്നും പള്ളികൾ ചർച്ചുകൾ അമ്പലങ്ങൾ ശ്രേഷ്ഠ ഭാരത പൈതൃക മന്ദിരങ്ങൾ കാത്തിടാം നമ്മൾക്കൊരു മനസ്സാൽ കാലമെങ്ങും പുലർത്തിടാം സൗഹൃദങ്ങൾ ശംഖിന്റെ നാദവും ബാങ്കോലിയും പോലെ പള്ളിമണിയും മുഴങ്ങിടട്ടെ ശംഖിന്റെ നാദവും ബാങ്കോലിയും പോലെ പള്ളിമണിയും മുഴങ്ങിടട്ടെ ഇത് ഭാരതം അതിസുന്ദരം അഭിമാനപൂരിതം ഇടനെഞ്ചകത്തിലെന്നും അഴകോടെ ശോഭികൾ ചർച്ചുകൾ അമ്പലങ്ങൾ ശ്രേഷ്ഠ ഭാരത പൈതൃക മന്ദിരങ്ങൾ കാത്തിടാം നമ്മൾക്കൊരു മനസ്സാൽ കാലമെങ്ങും പുലർത്തിടാം സൗഹൃദങ്ങൾ ശംഖിന്റെ നാദവും ബാങ്കോലിയും പോലെ പള്ളിമണിയും മുഴങ്ങിടട്ടെ ശംഖിന്റെ നാദവും ബാങ്കോലിയും പോലെ പള്ളിമണിയും മുഴങ്ങിടട്ടെ ഇത് ഭാരതം അതിസുന്ദരം അഭിമാനപൂരിതം ഇടനെഞ്ചകത്തിലെന്നും പള്ളികൾ ചർച്ചുകൾ അമ്പലങ്ങൾ ശ്രേഷ്ഠ ഭാരത പൈതൃക മന്ദിരങ്ങൾ കാത്തിടാം നമ്മൾക്കൊരു മനസ്സാൽ കാലമെങ്ങും പുലർത്തിടാം സൗഹൃദങ്ങൾ ശംഖിന്റെ നാദവും ബാങ്കോലിയും പോലെ പള്ളിമണിയും മുഴങ്ങിടട്ടെ ശംഖിന്റെ നാദവും ബാങ്കോലിയും പോലെ പള്ളിമണിയും മുഴങ്ങിടട്ടെ ഇത് ഭാരതം അതിസുന്ദരം അഭിമാനപൂരിതം ഇടനെഞ്ചകത്തിലെന്നും പള്ളികൾ ചർച്ചുകൾ അമ്പലങ്ങൾ ശ്രേഷ്ഠ ഭാരത പൈതൃക മന്ദിരങ്ങൾ കാത്തിടാം നമ്മൾക്കൊരു മനസ്സാൽ കാലമെങ്ങും പുലർത്തിടാം സൗഹൃദങ്ങൾ ശംഖിന്റെ നാദവും ബാങ്കോലിയും പോലെ പള്ളിമണിയും മുഴങ്ങിടട്ടെ ശംഖിന്റെ നാദവും ബാങ്കോലിയും പോലെ പള്ളിമണിയും മുഴങ്ങിടട്ടെ ഇത് ഭാരതം അതിസുന്ദരം അഭിമാനപൂരിതം ഇടനെഞ്ചകത്തിലെന്നും ചർച്ചുകൾ അമ്പലങ്ങൾ ശ്രേഷ്ഠ ഭാരത പൈതൃക മന്ദിരങ്ങൾ കാത്തിടാം നമ്മൾക്കൊരു മനസ്സാൽ കാലമെങ്ങും പുലർത്തിടാം സൗഹൃദങ്ങൾ ശംഖിന്റെ നാദവും ബാങ്കോലിയും പോലെ പള്ളിമണിയും മുഴങ്ങിടട്ടെ ശംഖിന്റെ നാദവും ബാങ്കോലിയും പോലെ പള്ളിമണിയും മുഴങ്ങിടട്ടെ ഇത് ഭാരതം അതിസുന്ദരം അഭിമാനപൂരിതം ഇടനെഞ്ചകത്തിലെ പള്ളികൾ ചർച്ചുകൾ അമ്പലങ്ങൾ ശ്രേഷ്ഠ ഭാരത പൈതൃക മന്ദിരങ്ങൾ കാത്തിടാം നമ്മൾക്കൊരു മനസ്സാൽ കാലമെങ്ങും പുലർത്തിടാം സൗഹൃദങ്ങൾ ശംഖിന്റെ നാദവും ബാങ്കോലിയും പോലെ പള്ളിമണിയും മുഴങ്ങിടട്ടെ ശംഖിന്റെ നാദവും ബാങ്കോലിയും പോലെ പള്ളിമണിയും മുഴങ്ങിടട്ടെ ഇത് ഭാരതം അതിസുന്ദരം അഭിമാനപൂരിതം ഇടനെഞ്ചകത്തിലെന്നും പള്ളികൾ ചർച്ചുകൾ അമ്പലങ്ങൾ ശ്രേഷ്ഠ ഭാരത പൈതൃക മന്ദിരങ്ങൾ കാത്തിടാം നമ്മൾക്കൊരു മനസ്സാൽ കാലമെങ്ങും പുലർത്തിടാം സൗഹൃദങ്ങൾ ശംഖിന്റെ നാദവും ബാങ്കോലിയും പോലെ പള്ളിമണിയും മുഴങ്ങിടട്ടെ ശംഖിന്റെ നാദവും ബാങ്കോലിയും പോലെ പള്ളിമണിയും മുഴങ്ങിടട്ടെ ഇത് ഭാരതം അതിസുന്ദരം അഭിമാനപൂരിതം ഇടനെഞ്ചകത്തിലെന്നും അഴകോടെ ശോഭിതം അവധിക്കാലം കഴിഞ്ഞു. വീണ്ടും സ്കൂളിലേക്ക്. കൂട്ടുകാരുമൊത്ത് ആടിത്തിമിർക്കാൻ, പാടിക്കളിക്കാൻ, അറിവിന്റെ ആദ്യാക്ഷരം നുകരാൻ. വീണ്ടും ഒരധ്യയന വർഷം കൂടി. പുതിയ ആളുകൾ, പുതിയ സൗഹൃദങ്ങൾ. സൗഹൃദങ്ങളാണ് നമുക്കെല്ലാം. കട്ടയ്ക്ക് കൂടെ നിൽക്കുന്ന സൗഹൃദങ്ങളാണ് നമ്മുടെ ശക്തി. പക്ഷേ ലഹരിയുടെ ചതിക്കുഴികൾ ഒരുക്കി കാത്തിരിക്കുന്ന സൗഹൃദങ്ങളുമുണ്ട്. അവരെ തിരിച്ചറിയണ്ടേ? അവരെ ഇല്ലാതാക്കേണ്ടേ? ലഹരിയുടെ ചതിക്കുഴികളിൽ വീഴുന്ന, എരിഞ്ഞടങ്ങുന്ന നമ്മുടെ കുഞ്ഞനുജന്മാരെ, നമ്മുടെ കൂട്ടുകാരെ, അനുജത്തിമാരെ നമുക്ക് രക്ഷിക്കണ്ടേ? വിളിക്കാൻ മടിക്കണ്ട. ഒരു സുഹൃത്തിന്റെ കരുത്തോടെ, ഒരു രക്ഷിതാവിന്റെ വാത്സല്യത്തോടെ, ഒരു അധ്യാപകന്റെ കരുതലോടെ കേരള എക്സൈസ് എന്നും നിങ്ങളോടൊപ്പം. ഒരു വിളിപ്പാടകലെ. വിളിക്കേണ്ട നമ്പർ 9447178000 9061 178
000. ടോൾ ഫ്രീ നമ്പർ 14. ഇവളണിയും പൊന്നല്ലേ കനവുണരും ദിനമല്ലേ മൊഞ്ചത്തി പെണ്ണിൻ നിൻ മനം പെണ്ണഴകിനു മിഴിവേകി എന്നെന്നും നിന്നില്ലേ മാറ്റേറും പൊന്നിൻ താരമേ സിറ്റി ഗോൾഡിൻ സ്വർണ്ണനിലാവല്ലേ City Gold, Gold and Diamonds, Kerala and Karnataka, the glow of purity. City Gold, Gold and Diamonds, Kerala and Karnataka. Venus Trading and Services, your trusted partner in Qatar. Looking for reliable services in Qatar? Welcome to Venus Trading and Services, your trusted partner near Al Said Bakery in Muntasa, Doha. Let us introduce our range of activities. At Venus Trading and Services, we offer certificates attestation in India and Qatar, legal translation in several languages, police clearance certificates, data flow and prometric, company formation, health card services. Our experienced team ensures smooth and hassle-free processes. Choose Venus Trading and Services as your trusted partner in Qatar. Contact us today, 55488910. Venus Trading and Services, near Al Said Bakery in Muntasa, Doha. Partner with Al Farha Tours and Service. ലക്ഷ്യം മികച്ച ജോലിയാണെങ്കിൽ പഠിക്കാം റൂട്രോണിക്സിന്റെ ഗവൺമെന്റ് അംഗീകൃത കോഴ്സുകൾ. കേരളത്തിലുടനീളമുള്ള അംഗീകൃത പഠന കേന്ദ്രങ്ങൾ വഴി SSLC, +2, ഡിപ്ലോമ, ഡിഗ്രി പഠനം പൂർത്തിയാക്കിയവർക്ക് ഇപ്പോൾ അപേക്ഷിക്കാം. SC/ST വിദ്യാർത്ഥികൾക്ക് 100% സൗജന്യവും ഒപ്പം മറ്റ് വിഭാഗങ്ങൾക്ക് നിബന്ധനകളോടെ 20% വരെ ഫീസ് ഇളവിലും പഠിക്കാൻ അവസരം. PSC നിയമനങ്ങൾക്ക് യോഗ്യമായ ഗവൺമെന്റ് അംഗീകൃത കോഴ്സുകൾ കൂടാതെ റൂട്രോണിക്സ് സർട്ടിഫൈഡ് കോഴ്സുകളും തിരഞ്ഞെടുക്കാം. കമ്പ്യൂട്ടർ പരിജ്ഞാനം നേടാം, ജോലി സാധ്യതകൾ കൂടുതൽ ഉറപ്പുള്ളതാക്കാം. കേരള സ്റ്റേറ്റ് റൂട്രോണിക്സിലൂടെ സുരക്ഷിതമായ ഭാവിക്ക് ഉറപ്പുള്ള അടിത്തറ. വിളിക്കൂ 9072-767-005 or visit www.eduskilling.com.